കർത്താവിൻ്റെ തിരുവചനങ്ങൾ നമുക്ക് ധ്യാനിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ തേജസ്സിനെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. തേജസ്സിൻ്റെ മേൽ തേജസ്. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗ്ലോറി. തേജസ്സിൽ നിന്നും തേജസ്സിലേക്ക്. നാം ദൈവമക്കളിൽ ദൈവം തൻ്റെ തേജസ്സിനെ പകർന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ തേജസ് നമ്മിൽ വർദ്ധിക്കണം. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം ഒന്ന് വായിക്കാം. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം. ആദലാൽ ഇക്കാലത്ത് പാടുകൾ ഇനി നമ്മിടത്തിൽ വെളിപ്പെടും മഹിമയ്ക്ക് ഒപ്പിടത്തക്കവകൾ അല്ലവെன்று എണ്ണുகிறேன். നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ നമ്മിലൊരു തേജസ് വെളിപ്പെടുവാനുണ്ട്. അത് വിശേഷപ്പെട്ടൊരു തേജസ്സാണ്. അത് മഹത്വമുള്ളൊരു തേജസ്സാണ്. അത് ഉയർന്നൊരു തേജസ്സാണ്. എല്ലാ ദൈവമക്കളുടെ ഉള്ളങ്ങളിലും അത് തന്നെ ഉറപ്പിക്കുവാൻ മഹത്വകരമായൊരു തേജസ് നാം പ്രാപിക്കുവാനുണ്ട്. ഉയർന്ന ഒരു തേജസ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാപിക്കുവാനുണ്ട്. ഇന്ന് നാം പ്രാപിച്ചത് പോരാ, ഇന്ന് നാം പ്രാപിച്ചതല്ല, ഇതിലധികം ഉയർന്ന മേത്രമായ മഹത്വമുള്ള വലിയൊരു തേജസ് നമ്മൾ പ്രാപിക്കുവാനുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ചില നാളുകൾക്ക് മുമ്പ് ചിന്തിച്ചു, തേജസ് ഉള്ളവർ അനേകരെ നമുക്ക് കാണാം. എന്നാൽ ഏലിയാവിൻ്റെ കാലഘട്ടത്തിൽ തേജസ്സുള്ള പ്രവാചകന്മാരുണ്ടായിരുന്നു. എന്നാൽ ചിലർ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവർക്ക് തേജസ് കുറവായിട്ടുണ്ടായിരുന്നു. ദാനിയേലിനെ കൊല്ലാൻ പറ്റിയില്ല. സിംഹത്തിൻ്റെ കുഴിയിലിട്ടപ്പോൾ ദാനിയേലിനെ രക്ഷിക്കുവാൻ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്നു. കൊല്ലപ്പെട്ട പ്രവാചകന്മാരെക്കാൾ അധികം തേജസ് ദാനിയേലിലുണ്ടായിരുന്നു. എന്നാൽ ഏലിയാവിനെ തൊടാൻ പോലും പറ്റിയില്ല, അറസ്റ്റ് ചെയ്യാൻ പോലും പറ്റിയില്ല. തീ ഇറങ്ങുന്ന അളവിൽ അതിലധികം തേജസ് ഏലിയാവിലുണ്ടായിരുന്നു. ഓരോ ദൈവമക്കൾക്കും തേജസ്സിൽ, ദൈവശക്തിയിൽ, ദൈവകൃപയിൽ, ദൈവസ്നേഹത്തിൽ, ദൈവമഹത്വത്തിൽ വ്യത്യസ്തമായ അളവുകളുണ്ട്. നമ്മൾ ക്രിസ്തുവാകുന്ന തലയോളം വളരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. തേജസ്സിൻ്റെ മേൽ തേജസ് പ്രാപിച്ച്, ശക്തിയുടെ മേൽ ശക്തി പ്രാപിച്ച്, കൃപയുടെ മേൽ കൃപ പ്രാപിച്ച് അധികം വളരണമെന്ന്, ഉയരങ്ങളിൽ കയറണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. കഴുകനെ പോലെ ചിറകടിച്ചുയരെ പറക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. എത്ര പേർ ആഗ്രഹിക്കുന്നു എനിക്ക് ആത്മാവിൽ വളരണമെന്ന്? ഈ ആഗ്രഹം എല്ലാ ദൈവമക്കളുടെ ഉള്ളങ്ങളിലും ഉണ്ടാകണം. എനിക്ക് ആത്മാവിൽ ബലപ്പെടണം, എനിക്ക് ആത്മാവിൽ വളരണം, എനിക്ക് ആത്മാവിൽ ശക്തിപ്പെടണം, എനിക്ക് ആത്മാവിൽ ഉയർന്ന തേജസ് പ്രാപിക്കണം, എനിക്ക് ആത്മാവിൽ ഉയർന്ന അഭിഷേകം പ്രാപിക്കണം. ഈ ആഗ്രഹം തന്നെ നമ്മിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് നാം നമ്മുടെ കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് കർത്താവിനായി കാത്തിരിക്കുന്നു, കർത്താവിൻ്റെ പാദത്തിൽ കാത്തിരിക്കുന്നു. ഓൺലൈനിലും കാത്തിരിക്കുന്ന അനേക ദൈവമക്കളുണ്ട്, പല ദേശങ്ങളിൽ ഇരുന്നുകൊണ്ട്. നാം കർത്താവിൻ്റെ പാദത്തിൽ കാത്തിരിക്കുമ്പോൾ വിശ്വസിക്കാം, കർത്താവിനായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ഹല്ലേലൂയ. കർത്താവിനായി കാത്തിരിക്കുന്നവരുടെ മേൽ ശക്തി ഉണ്ടാകും, ശക്തി വർദ്ധിക്കും. ഉള്ള ശക്തിയല്ല, അതിലധികം ശക്തി ഉണ്ടാകും. കൃപ ഉള്ള കൃപയല്ല, അതിലധികം കൃപ പെരുകും. ഉള്ള ദൈവ സാന്നിധ്യമല്ല, അത് കൂടുതലായി ഉണ്ടാകും. ഉള്ള തേജസ്സല്ല, അത് കൂടുതലായി ഉണ്ടാകും. അത് വേണമെന്നൊരു ദാഹം നമ്മിലുണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. ദാഹിക്കുന്നവന് കർത്താവ് തരും. വാഞ്ചയുള്ളവനെ കർത്താവ് നിറയ്ക്കും. ആഗ്രഹമുള്ളവനെ കർത്താവ് നിറയ്ക്കും. എന്തിനുള്ള ആഗ്രഹം? അപ്പത്തിനുള്ള വിശപ്പല്ല, വെള്ളത്തിനുള്ള ദാഹവുമല്ല, ദൈവവചനത്തിനുള്ള ദാഹം, ദൈവകൃപയ്ക്കുള്ള ദാഹം, ദൈവത്തിൻ്റെ അഭിഷേകത്തിനുള്ള ദാഹം, ഉയരത്തിലെ ദൈവികമായ കാര്യങ്ങൾക്കുള്ളൊരു ദാഹം ദൈവ മക്കളുടെ ഉള്ളിൽ ഉണ്ടാകണം. ഇന്ന് കർത്താവിൻ്റെ നാമത്തിൽ കൂടി വന്നിരിക്കുന്ന ഓരോ ദൈവമക്കളുടെ ഉള്ളിലും ഒരു ദാഹം ഉണ്ടാകണം. ഐ വാണ്ട് മോർ പവർ. എനിക്ക് കൂടുതൽ ശക്തി വേണം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വേണം, പരിശുദ്ധാത്മാവിൻ്റെ തീ വേണം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വേണം, ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നിൽ കൂടുതലായി വേണം എന്നൊരു ദാഹം, എന്നൊരു ആഗ്രഹം നമ്മിലുണ്ടാകട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉയർന്നൊരു ദാഹമുണ്ടാകട്ടെ, ഉയർന്നൊരാഗ്രഹമുണ്ടാകട്ടെ. എനിക്ക് വേണം, എനിക്ക് ഇനിയും അധികം വേണം, ഇത് പോരാ. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ നിൻ മക്കൾക്ക്. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ നിൻ മക്കൾക്ക്. കൃപ ഉണ്ട്, ബട്ട് ഇത് പോരാ. കൃപ ഉണ്ടെങ്കിലും വീണ്ടും നമ്മൾ പറയും എനിക്ക് കൃപ ഇനിയും വേണം. ഹല്ലേലൂയ.
മുട്ടോളമല്ല അരയോളം പോരാം വലിയൊരു ജീവ നദിയൊഴുകാൻ. മുട്ടോളമല്ല അരയോളം പോരാം നദിയൊഴുകാൻ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നിരുറവ ഇന്നു തുറക്കുന്നതാ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നിരുറവ ഇന്നു തുറക്കുന്നതാ. ഓക്കെ, നമ്മുടെ ദേഹി ആത്മാവിൽ ദൈവത്തിൻ്റെ സാന്നിധ്യവും കൃപയും തേജസ്സും ശക്തിയും അഭിഷേകവും വർദ്ധിച്ച് 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 വരണം. ക്രിസ്തുവാകുന്ന തലയോളം വളരുക എന്ന് പറഞ്ഞാൽ അതൊരു എൻഡില്ലാത്ത അവസാനമില്ലാത്തൊരു വളർച്ചയാണ്. അത് എൻഡില്ലാത്തൊരു മഹത്വമാണ്. അൺലിമിറ്റഡ് ആയിട്ടുള്ളൊരു ഗ്ലോറിയാണ്. അതിലേക്ക് ദൈവമക്കളെ പരിശുദ്ധാത്മാവ് വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. തേജസ് വർദ്ധിച്ചാൽ മരണത്തെ പോലും, ശരീരത്തിലെ മരണത്തെ പോലും ജയിക്കാം. ഏലിയാവിൽ തേജസ് വർദ്ധിച്ചു, ശരീരത്തിൽ പോലും മരണമില്ലാതെ സ്വർഗത്തിലേക്ക് കയറിപ്പോയി, എടുക്കപ്പെട്ടു. ഹാനോക്കിൽ ദൈവത്തിൻ്റെ തേജസ് വർദ്ധിച്ചു, ശരീരത്തിൽ മരണമില്ലാതെ ഉയരത്തിലേക്ക്, സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്കിപ്പോൾ എന്താ പ്രശ്നം? നമുക്ക് ഇതുപോലെ ആകാൻ പറ്റുമെന്നാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ തേജസ് നമ്മിലേക്ക് വരും, ആ കൃപ നമ്മിലേക്ക് വരും. ശരീരത്തിൽ പോലും ബലഹീനതകളെയും മരണത്തെയും ജയിക്കുവാനുള്ള കൃപ കർത്താവ് തൻ്റെ മക്കളിൽ തരും. വളർച്ചയ്ക്കനുസരിച്ച്, പ്രാപിക്കുന്ന ദൈവ തേജസ്സിനനുസരിച്ച്, പ്രാപിക്കുന്ന ദൈവ മഹത്വത്തിനനുസരിച്ച് പലതരത്തിലുള്ള വൻ കാര്യങ്ങൾ ശരീരത്തിൽ പോലും സംഭവിക്കും. ആത്മാവിൽ മാത്രമല്ല, മനസ്സിൽ മാത്രമല്ല, ശരീരത്തിൽ പോലും വലിയ വ്യത്യാസങ്ങൾ, വലിയ മാറ്റങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ സംഭവിക്കും. ഹല്ലേലൂയ. ആ ശക്തിയെ ചുമക്കുവാൻ, ആ അഭിഷേകത്തെ സൂക്ഷിക്കുവാൻ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നു. തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാക്കുവാനും കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നു. തോട്ടത്തിൽ അതിനെ എങ്ങനെ കാക്കണമെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു അല്ലേ? എപ്പോൾ ചിന്തിച്ചു? കഴിഞ്ഞ ഞായറാഴ്ച ചിന്തിച്ചു. എന്നാൽ വേല ചെയ്യണം. എന്ത് വേല? ആ സാന്നിധ്യം വർദ്ധിക്കുവാനുള്ള വേല. പലതരത്തിലുള്ള വേലകളുണ്ട് ദൈവനാമത്തിൽ ദൈവമക്കൾക്ക് ചെയ്യുവാൻ. വാഴുവാൻ ഒരു വേല തന്നിരിക്കുന്നു, വാഴ്ച നടത്തുവാൻ ഒരു വേല തന്നിരിക്കുന്നു. അതിലേക്ക് വളർന്നു വന്നാലേ ആ വേലകൾ ഏറ്റെടുക്കുവാൻ പറ്റുകയുള്ളൂ. നമ്മുടെ വളർച്ചയ്ക്കനുസരിച്ച് ഓരോ വേലകളും കർത്താവ് നമുക്ക് ആത്മാവിൽ തരും. ആത്മീകമായ അതോറിറ്റീസ്, അധികാരങ്ങൾ പലതും ദൈവമക്കൾക്ക് കർത്താവ് തരും. ഹല്ലേലൂയ. പ്രകൃതിയുടെ മേൽ അധികാരം തരും, പൈശാചിക മണ്ഡലങ്ങളുടെ മേൽ അധികാരം തരും, ദുഷ്ടശക്തികളുടെ മേൽ അധികാരം തരും, ഈ ലോകത്തിലുള്ള സിസ്റ്റങ്ങളുടെ മേൽ അധികാരം തരും. ദൈവത്തിൻ്റെ ശക്തി വരുമ്പോൾ, ദൈവത്തിൻ്റെ തേജസ് വർദ്ധിക്കുമ്പോൾ പല തരത്തിലുള്ള അധികാരങ്ങൾ ദൈവമക്കളിൽ വെളിപ്പെടും. ഒരിക്കൽ ശിഷ്യന്മാരെ കർത്താവ് വിളിച്ചു, രോഗികളെ സൗഖ്യമാക്കുവാനും സകലവിധ രോഗത്തെയും ദീനത്തെയും പൊറുപ്പിപ്പാനുമുള്ള അധികാരത്തെ കർത്താവ് അവർക്ക് കൊടുത്തു. ഭൂതങ്ങളെ പുറത്താക്കുവാനുള്ള അധികാരത്തെ കർത്താവ് കൊടുത്തു. പലതരത്തിലുള്ള അധികാരങ്ങൾ യേശുവിലുണ്ട് നമുക്ക് തരുവാൻ. പലതരത്തിലുള്ള അധികാരങ്ങൾ ദൈവത്തിലുണ്ട് തൻ്റെ ജനത്തിന് തരുവാൻ, സഭയ്ക്ക് തരുവാൻ. ആ അധികാരത്തെ നാം ഏറ്റെടുക്കണം. അത് സ്വന്തമാക്കുവാനായി നമ്മെ കർത്താവ് ഒരുക്കുന്നു. നമ്മെ കർത്താവ് പരിശുദ്ധാത്മാവിനാലും വചനത്തിനാലും നടത്തുന്നു. ഹല്ലേലൂയ. അടുത്തൊരു കൈ പിടിച്ച് ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ശരി, നോക്കിക്കോളൂ. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് മിസ്രയീം, മരുഭൂമി, കനാൻ തുടങ്ങിയ 3 അനുഭവങ്ങളെക്കുറിച്ചാണ്. ഇത് ആത്മീക വളർച്ചയുടെ വിവിധ തട്ടുകളാണ്. ഇന്ന് നാം ഇത് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്കിന്ന് മനസ്സിലാകും, നിങ്ങൾ മിസ്രയീമിലാണോ, നിങ്ങൾ മരുഭൂമിയിലാണോ, നിങ്ങൾ കനാനിലാണോ എന്നിന്ന് മനസ്സിലാകും. ഓക്കെ, മിസ്രയീമിലാണോ? ആണോ? അല്ല. പിന്നെ എവിടെയാ? മരുഭൂമിയിലാണോ? അല്ല. പിന്നെ എവിടെയാ? കനാനിലാണോ? ഓ, അത് വലിയ ഗ്ലോറിയാണ്, വലിയ മഹത്വമാണ്. കനാൻ്റെ മഹത്വം വലുതാണ്. അത് തേജസ്സിൻ്റെ മേൽ തേജസ്സുള്ള ഉയർന്ന അനുഭവമാണ്. അത് പാലും തേനും ഒഴുകുന്ന അനുഭവമാണ്.
കനാന്റെ അനുഭവത്തിലേക്ക് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഓക്കെ, നിങ്ങൾ പറഞ്ഞതെല്ലാം ഓക്കെ, എങ്കിലും വചനം നമുക്ക് ധ്യാനിക്കുമ്പോൾ നിങ്ങളൊരു തീരുമാനത്തിലെത്തുക എവിടെയാണെന്ന്. കനാനിലാണെങ്കിൽ ചാടി മരുഭൂമിയിലേക്ക് വരിക, മരുഭൂമിയിലാണെങ്കിൽ ചാടി കനാനിലേക്ക് വരിക. കർത്താവ് നമ്മുടെ കൈകളിൽ ആ ഉത്തരവാദിത്തത്തെ തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മൾ ഈ ചിന്തിക്കുന്നത് മോശ മുഖാന്തരം ഇസ്രായേൽ മക്കളെ കർത്താവ് വിടുവിച്ച് നടത്തിക്കൊണ്ടുവരുന്ന ആ ഒരു പ്രോസസ്സിങ്ങിനെ കുറിച്ചാണ്. ഇസ്രായേൽ മക്കൾ ഫറവോന് അടിമകളായിരുന്നു. മിസ്രൈമിൽ, തമിഴിൽ ഈജിപ്തിൽ എന്തായിരുന്നു? അടിമകളായിരുന്നു. എന്നാൽ ദൈവം മോശ എന്നൊരു ദൈവപുരുഷനെ എഴുന്നേൽപ്പിച്ചു. മോശ ഫറവോന്റെ മുന്നിൽ ഈ ജനത്തിനായി വിലപേശുവാൻ നിന്നു. ജനത്തെ വിട്ടയക്കുക, ദൈവത്തെ ആരാധിക്കുവാൻ ജനത്തെ വിട്ടയക്കുക. ദൈവത്തെ സ്തുതിക്കാതെ വണ്ണം പിശാച് എന്ന ഫറവോൻ, സാത്താൻ എന്ന ഫറവോൻ, ലോകമെന്ന ഫറവോൻ പലരെയും കെട്ടിവെച്ചിട്ടുണ്ട്. അവരെ ആ ഫറവോനോട് വെല്ലുവിളിക്കുവാനുള്ള ദൈവ പുരുഷന്മാരെ കർത്താവ് എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്നവരിൽ പലരും ഫറവോന്റെ അടിമകളായിരുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഞാൻ മിസ്രൈമിൽ പോയിട്ടേയില്ല, ഈജിപ്തിൽ പോയിട്ടേയില്ല. പിശാചിൻ്റെ അടിമത്തത്തിലായിരുന്നു, പലതരത്തിലുള്ള ബന്ധനത്തിലായിരുന്നു. അധികാരമുള്ള ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർ ഇടപെട്ടപ്പോൾ നിങ്ങളുടെ ബന്ധനങ്ങൾ പൊട്ടി, അടിമത്തങ്ങൾ മാറിപ്പോയി, നിങ്ങൾ അടിമത്തത്തിൽ നിന്നും പുറത്തു വന്നു. രോഗമെന്ന ഫറവോന് നിങ്ങൾ അടിമകളായിരുന്നു. പലതരത്തിലുള്ള ഫറവോനിയ ശക്തികൾക്ക് നിങ്ങൾ അടിമകളായിരുന്നു. എന്നാൽ ദൈവ പുരുഷന്മാരെ കർത്താവ് ഉപയോഗിച്ചു നിങ്ങളെ അടിമത്തത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരുവാൻ. ഹല്ലേലൂയ. മിസ്രൈമിലെ ചില അനുഭവങ്ങൾ നമുക്ക് നോക്കാം. മിസ്രൈമിൽ ആയിരുന്ന കാലത്ത് ഇസ്രായേൽ ജനത്തിന്, ഇസ്രായേൽ എന്ന് പറയുമ്പോൾ ആ സ്ഥാനത്ത് നമ്മെ ഇട്ടുകൊള്ളുക. ഓക്കെ, മിസ്രൈം എന്ന് പറയുമ്പോൾ അടിമത്വത്തിൻ്റെ നാടെന്ന് വിചാരിക്കുക. മിസ്രൈമിലായിരുന്നപ്പോൾ ഇസ്രായേൽ ജനം എന്തായിരുന്നു? അടിമകളായിരുന്നു. ഒരു കാലത്ത് അവർ സമൃദ്ധിയിൽ, സന്തോഷത്തിൽ ജീവിച്ചു. എന്നാൽ കാലങ്ങൾ കടന്നുപോയപ്പോൾ അവർക്ക് ഞെരുക്കങ്ങൾ തുടങ്ങി, വേദനകൾ തുടങ്ങി, കഷ്ടപ്പാടുകൾ തുടങ്ങി. എന്നാൽ അതേസമയം ഈ ജനം ആരാണെന്നുള്ള കാര്യം നോക്കിയാൽ ഇവർ അബ്രഹാമിൻ്റെ സന്തതിയാണ്, വാഗ്ദത്ത സന്തതിയാണ്, യാക്കോബിൻ്റെ സന്തതിയാണ്, ഇസ്രായേലിൻ്റെ സന്തതിയാണ്, ഇസഹാക്കിൻ്റെ സന്തതിയാണ്. ഇവരുടെ മേൽ അബ്രഹാം മൂലം, ഇസഹാക്ക് മൂലം, യാക്കോബ് മൂലം ഒരു വാഗ്ദത്തം കിടപ്പുണ്ട്. ഹല്ലേലൂയ. ഫറവോൻ ഇവരെ അടിമപ്പെടുത്തിയെങ്കിലും വാഗ്ദത്തം ഇവരുടെ മേൽ ഉള്ളതുകൊണ്ട് സ്ഥിരമായി ഇവർ അടിമത്തത്തിൽ കിടക്കുവാൻ പറ്റില്ല. ദൈവത്തിൻ്റെ ഇടപെടൽ ഇങ്ങനെയുള്ള മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഹല്ലേലൂയ. എന്തെന്തൊക്കെയോ ചില നീതിപ്രവൃത്തികൾ, എന്തെന്തൊക്കെയോ ചെറിയ ചെറിയ വെളിച്ചത്തിൻ്റെ ശകലങ്ങൾ, അതിൻ്റെ റേസ്, കിരണങ്ങൾ എവിടെയൊക്കെയോ കിടപ്പുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വിടുതൽ, ദൈവത്തിൻ്റെ രക്ഷ അങ്ങനെയുള്ള ദൈവമക്കളെ തേടി വരും. ഹല്ലേലൂയ. നീതിയെ സ്നേഹിക്കുന്ന മക്കൾ, സത്യത്തെ സ്നേഹിക്കുന്ന മക്കൾ, സത്യത്തെ അന്വേഷിക്കുന്ന മക്കൾ, അങ്ങനെയുള്ളവരെ ദൈവത്തിൻ്റെ കൃപ തേടി വരും, ദൈവത്തിൻ്റെ സാന്നിധ്യം തേടി വരും, ദൈവത്തിൻ്റെ മഹത്വം തേടി വരും. ഹല്ലേലൂയ. ഈ ലോകത്തിൽ, ഈ കാലഘട്ടത്തിൽ എങ്ങനെ ഏത് വിഭാഗത്തിൽപ്പെട്ടവരായാലും ശരി, നീതിയെ സ്നേഹിക്കുന്നവർ, സത്യത്തെ സ്നേഹിക്കുന്നവർ, അവരെ തേടി ദൈവത്തിൻ്റെ കരം, ആ മഹത്വമുള്ള കരം അവരെ തേടി വരും. ആ കരം അവരിൽ വെളിപ്പെടും. ഹല്ലേലൂയ. സഭയ്ക്കുള്ളിലിരിക്കുന്നവരിൽ മാത്രമല്ല, സഭയ്ക്ക് പുറത്തും ഒരു പക്ഷേ വേഷത്തിൽ, ഭക്തിയുടെ വേഷം ഇല്ലാത്തവരുടെ മേലും ആ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾ ഫറവോന്റെ അടിമത്തത്തിൽ അവർ ഞെരുങ്ങി, അവരെ ഊഴിയ വേല ചെയ്യിപ്പിച്ചു, അവരുടെ കഷ്ടപ്പാടുകൾ വർദ്ധിച്ചു. അവർ നിലവിളിച്ചു തുടങ്ങി. ലോകത്തിലെ കഷ്ടം അവർ അനുഭവിക്കുകയാണ്. ആ ലോകത്തിലെ കഷ്ടത്തിൽ അവരെ നിലവിളി കർത്താവ് കേട്ടു. കർത്താവ് മോശയെ വിളിച്ച് പറയുകയാണ്, ഇസ്രായേലിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. നിലവിളി കേട്ടില്ല, കഷ്ടതയെ കർത്താവ് കണ്ടു. ഹല്ലേലൂയ. നോക്കിക്കേ, ഫറവോന്റെ അടിമത്വത്തിൽ ഇരിക്കുന്ന അനുഭവം, കഷ്ടതയുടെ നാളുകൾ, വേദനയുടെ നാളുകൾ, ഞെരുക്കത്തിൻ്റെ നാളുകൾ, അടിമത്വത്തിൻ്റെ നാളുകൾ. ആ കഷ്ടതയിൽ, അടിമത്വത്തിൽ ഇരിക്കുവാൻ കർത്താവ് നമ്മെ വിളിച്ചിട്ടില്ല. ദൈവം തൻ്റെ മക്കളെ കനാന്റെ അനുഭവത്തിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അടിമത്വത്തിലിരിക്കുവാനല്ല ദൈവത്തിൻ്റെ വാഗ്ദത്തം, സ്വാതന്ത്ര്യത്തിലിരിക്കുവാനാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തം. ഞെരുക്കത്തിലിരിക്കുവാനല്ല
ദൈവത്തിൻ്റെ വാഗ്ദത്തം വിശാലതയിലിരിക്കുവാനാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാരിദ്ര്യത്തിലിരിക്കുവാനല്ല ദൈവത്തിൻ്റെ വാഗ്ദത്തം, സമൃദ്ധിയിലിരിക്കുവാനാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തം. കഷ്ടതയിലും ദാരിദ്ര്യത്തിലും ഞെരുക്കത്തിലും അടിമത്തത്തിലും ഇരിക്കുകയാണോ, വാഗ്ദത്തത്തിലേക്ക് ഓടുവൻ, വാഗ്ദത്തത്തെ നോക്കി ഓടുവൻ. ഒരു വിശാലമായ ഒരു വാഗ്ദത്തം ദൈവജനത്തിനായി കർത്താവ് കരുതി വച്ചിട്ടുണ്ട്. സൗഖ്യമെന്നൊരു വാഗ്ദത്തം, ജയമെന്നൊരു വാഗ്ദത്തം, ആശീർവാദമെന്നൊരു വാഗ്ദത്തം, സമാധാനമെന്നൊരു വാഗ്ദത്തം, ദീർഘായുസ് എന്നൊരു വാഗ്ദത്തം കർത്താവ് തൻ്റെ മക്കൾക്കായി കരുതി വച്ചിട്ടുണ്ട്. വാഗ്ദത്തത്തെ നോക്കി ഓടാം. അടിമത്വത്തിൽ കിടക്കണ്ട, കടബാധ്യത എന്ന അടിമത്വത്തിൽ കിടക്കണ്ട, പാപത്തിൻ്റെ അടിമത്വത്തിൽ കിടക്കണ്ട, രോഗത്തിൻ്റെ അടിമത്വത്തിൽ കിടക്കണ്ട, അസമാധാനമെന്ന അടിമത്വത്തിൽ കിടക്കണ്ട, ഞെരുക്കമെന്ന അടിമത്വത്തിൽ കിടക്കണ്ട, വെല്ലുവിളികളുടെ അടിമത്വത്തിൽ കിടക്കണ്ട. അവിടെ നിന്നും വിടുവിച്ച് പുറത്തു കൊണ്ടുവരുവാൻ കർത്താവ് തൻ്റെ ദൈവ മനുഷ്യരെ, അമേൻ, സൺസ് ഓഫ് ഗോഡിനെ, ദൈവപുത്രന്മാരെ കർത്താവ് എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. അവർക്ക് ഫറവോന്റെ അടിമത്വത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുവാൻ കഴിയും. അവരെ ദൈവം അയച്ചിരിക്കുന്നത് ഫറവോന്റെ അടിമത്വത്തിൽ ഇരിക്കുന്ന ദൈവത്തിന്റെ ജനത്തെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരുവാനാണ്. ഇസ്രായേൽ മക്കൾ എത്ര കാലം കിടന്ന് ഫറവോന്റെ അടിമത്തത്തിൽ കിടന്ന് നിലവിളിച്ചാലും അവർക്ക് വിടുതലുണ്ടാകില്ല. പക്ഷേ ഒരു മോശ വരുമ്പോൾ, ഒരു ദൈവപുരുഷൻ വരുമ്പോൾ, ഒരു ദൈവത്തിൻ്റെ അധികാരമുള്ള ഒരു ദൈവ മനുഷ്യൻ വരുമ്പോൾ അവരുടെ നിലവിളികൾക്കൊരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടാകും. മോശയുടെ ഇടപെടൽ ഉണ്ടാകുമ്പോൾ അവരുടെ നിലവിളികൾക്ക് ഒരു മറുപടി ഉണ്ടാകും. അപ്പോൾ ദൈവം ഒരു മോശയെ അയക്കും, ദൈവം ഒരു ദൈവ പുരുഷനെ അയക്കും, ദൈവം ഒരു അഭിഷിക്തനെ അയക്കും. ആ മിസ്രൈമിലുള്ളവർ ആര് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാലും ശരി, ആ ഫറവോന്റെ അടിമത്തത്തിൽ കിടക്കുകയുള്ളൂ. എന്നാൽ ഒരു മോശയുടെ ഇടപെടൽ ചില സന്ദർഭങ്ങളിൽ ദൈവമക്കളുടെ ജീവിതത്തിൽ മിസ്രൈമിന്റെ അടിമത്തത്തിൽ കിടക്കുന്ന ഇസ്രായേൽ മക്കൾക്ക് ആവശ്യമുണ്ട്. അടിമത്തത്തിൽ കിടക്കുന്ന ദൈവജനത്തിന് ഒരു മോശയുടെ ഇടപെടൽ, ഒരു ദൈവപുരുഷന്റെ ഇടപെടൽ, ദൈവത്താൽ അധികാരപ്പെടുത്തിയ ഒരു അഭിഷിക്തന്റെ ഇടപെടൽ ജീവിതത്തിൽ ആവശ്യമായി വരും. ഹല്ലേലൂയ. ചില അടിമത്തങ്ങൾ സ്വയമേ പുറത്തു വരാൻ കഴിയില്ല. ദൈവം ചിലരെ അയക്കും. അവർ പറയുന്നത് കേട്ട് അവരുടെ പിന്നാലെ വരുമ്പോൾ ആ അടിമത്തത്തിൽ നിന്നും പുറത്തു വരാം. നിങ്ങളുടെ മോശയെ നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളെ അടിമത്തത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ദൈവം നിങ്ങൾക്കായി ഉപയോഗിച്ച മോശയെ നിങ്ങൾ തിരിച്ചറിയണം. പ്രാർത്ഥനയിൽ, ആലോചനയിൽ, ഉപദേശത്തിൽ, അഭിഷേകത്തിൽ, കൂട്ടായ്മയിൽ നിങ്ങളെ വിടുതലിലേക്ക് നയിച്ച മോശയെ നിങ്ങൾ തിരിച്ചറിയണം. ആ മോശയോട് ചേർന്ന് നിൽക്കണം. മോശയോട് ചേർന്ന് നിന്നാൽ വിടില്ല, പോകില്ല എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്ന ഫറവോന്റെ ശക്തികളെ കർത്താവ് ആ മോശ മുഖാന്തരം തകർത്ത് പുറത്താക്കി കളയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾ ദൈവത്തെ പോലും മറന്നു, തലമുറകൾ മാറിപ്പോയപ്പോൾ. എന്നാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ മോശ മിസ്രൈമിൽ വന്നപ്പോൾ ആ ദൈവത്തെ പരിചയപ്പെടുത്തി, ദൈവത്തെക്കുറിച്ച് പറഞ്ഞു, വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞു, ദൈവത്തിൻ്റെ വഴികളെക്കുറിച്ച് പറഞ്ഞു, ദൈവത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. അത് കേട്ട് കൈക്കൊണ്ടവർക്കാണ് വിടുതൽ. ദൈവത്തിൻ്റെ വചനം കേട്ട് ഏറ്റെടുക്കുന്നവർക്കാണ് വിടുതൽ. ഫറവോന്റെ അടിമത്തത്തിലിരിക്കുകയാണോ, ആർക്കാണ് വിടുതൽ? വചനം കേട്ട് അനുസരിക്കുന്ന ദൈവമക്കൾക്കാണ് വിടുതൽ. ഹല്ലേലൂയ. ഫറവോന്റെ അടിമത്തത്തിൽ കിടക്കുമ്പോൾ സാത്താന്റെ അടിമത്തത്തിൽ കിടക്കുമ്പോൾ സാത്താൻ വേഗം വിട്ടിട്ട് പോകില്ല. കർത്താവ് പറഞ്ഞു, ഒരു ഭൂതത്തെ പുറത്താക്കിയാൽ അത് വീണ്ടും തിരിച്ചു വരാൻ നോക്കും. ഓക്കെ, തിരിച്ചു വരുമ്പോൾ അവിടെ വൃത്തിയും വെടിപ്പുമുണ്ടെങ്കിൽ സാത്താന് കയറാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ മാനസാന്തരവും വിശ്വാസവും വിശുദ്ധിയും സമർപ്പണവും അവൻ്റെ ജീവിതത്തിൽ വന്നെങ്കിൽ സാത്താൻ അവൻ്റെ ഉള്ളത്തിൽ കയറാൻ പറ്റില്ല. അവൻ തുടർന്നും പാപത്തിൽ ജീവിക്കുകയാണെങ്കിൽ, അനീതിയിൽ ജീവിക്കുകയാണെങ്കിൽ, ദുഷ്ടതയിൽ ജീവിക്കുകയാണെങ്കിൽ പുറത്താക്കിയ സാത്താന് വീണ്ടും അകത്ത് കയറാൻ പറ്റും. ദൈവത്തിൻ്റെ വചനം നിങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അത് മുഖാന്തരം ഒരു വിടുതൽ കിട്ടിയെങ്കിൽ നിശ്ചയമായും നിങ്ങൾക്ക് മാനസാന്തരം വരണം. നിശ്ചയമായും ദൈവ മക്കളോടൊരു കണക്ഷൻ വരണം. നിശ്ചയമായും ഒരു രൂപാന്തരം നിങ്ങളുടെ ജീവിതത്തിൽ വരണം. അങ്ങനെയെങ്കിൽ മാത്രമേ സാത്താൻ വീണ്ടും നിങ്ങളെ അടിമപ്പെടുത്താതിരിക്കുകയുള്ളൂ. ഒരു ദൈവത്തിൻ്റെ അഭിഷിക്തൻ നിങ്ങൾക്കായി പ്രാർത്ഥിച്ച് നിങ്ങൾക്കൊരു വിടുതൽ തന്നു എങ്കിൽ, നിങ്ങളെ പിന്തുടരുന്ന പൈശാചിക ശക്തികൾ വിട്ടുപോയെങ്കിൽ, പാരമ്പര്യ ശക്തികൾ വിട്ടുപോയെങ്കിൽ, പലതരത്തിലുള്ള അടിമത്തങ്ങൾ വിട്ടുപോയെങ്കിൽ തുടർന്ന് വിശുദ്ധിയിലും
സമർപ്പണത്തിലും ദൈവകൃപയിലും ദൈവസ്നേഹത്തിലും മുന്നേറുവാനുള്ളൊരു തീരുമാനവും ഒരുക്കവും നിങ്ങൾക്ക് വേണം. ഇല്ലെങ്കിൽ വിട്ടുപോയത് തിരികെ വരും. വിട്ടുപോയത് തിരികെ വരും. മാത്രമല്ല, അത് 7 പേരെ, തന്നിലും ബലമേറി 7 പേരെ വിളിച്ചു കൊണ്ടുവരും. എന്തിനാണെന്ന് അറിയാമോ? നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ അലങ്കോലമാക്കുവാൻ, നിങ്ങളുടെ വിശ്വാസത്തെ തകർക്കുവാൻ, നിങ്ങളുടെ ദൈവസ്നേഹത്തെ തകർക്കുവാൻ, നിങ്ങളെ പിന്മാറ്റത്തിലേക്ക് കൊണ്ടുപോകുവാൻ. നിങ്ങൾ പിന്മാറ്റത്തിലേക്ക് പോയാൽ, ദൈവസ്നേഹം കുറഞ്ഞാൽ, നിങ്ങൾ അവിശ്വാസിയായി മാറിയാൽ, നിങ്ങളുടെ വായിൽ നിന്നും മോശം വാക്കുകൾ വന്നാൽ നിങ്ങൾ അലങ്കോലമാകുമെന്ന് പിശാചിനറിയാം. അതിന് പ്രേരണ തരുന്ന ഒരു അറ്റ്മോസ്ഫിയറിനെ സാത്താൻ ക്രിയേറ്റ് ചെയ്യും. സാത്താൻ നിങ്ങളുടെ ഉള്ളിൽ കയറുവാൻ കഴിയില്ല, പക്ഷേ നിങ്ങളുടെ ഉള്ളത്തെ അലങ്കോലമാക്കുവാനുള്ള സാഹചര്യങ്ങളെ തരും. ദുഷ്ടന്മാരായ കൂട്ടുകാരെ നിങ്ങൾക്ക് തരും. നിങ്ങളെ വശീകരിക്കുന്ന ബന്ധങ്ങളെ നിങ്ങൾക്ക് തരും. നിങ്ങളുടെ ലക്ഷ്യങ്ങളെ തകർത്ത് കളയുന്ന വ്യക്തികളെ നിങ്ങൾക്ക് തരും. നിങ്ങളുടെ ലക്ഷ്യങ്ങളെ തകർത്ത് കളയുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്ക് തരും. എന്തിനെന്നറിയാമോ? ആ സാത്താന് നിന്റെ ഉള്ളിൽ കയറണമെങ്കിൽ നീ അലങ്കോലമാകണം, നീ പാപത്തിൽ വീഴണം, നീ ദൈവത്തിൻ്റെ കൃപയിൽ നിന്നും മാറിപ്പോകണം, നീ വചനത്തിൽ നിന്നും മാറിപ്പോകണം, കൂട്ടായ്മയിൽ നിന്നും മാറിപ്പോകണം, ദൈവമക്കളുടെ കണക്ഷനിൽ നിന്നും മാറിപ്പോകണം. എങ്കിൽ മാത്രമേ സാത്താന് നിന്നെ വീണ്ടും അടിമപ്പെടുത്തുവാൻ, നിന്നെ ടേക്ക് ഓവർ ചെയ്യുവാൻ, നിന്നെ പൊസസ് ചെയ്യുവാൻ കഴിയുകയുള്ളൂ. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ദൈവമക്കൾ ഫേസ് ചെയ്യും. ആദ്യമായി ദൈവകൃപയിൽ വരുന്ന ദൈവത്തിൻ്റെ മക്കൾ, പിശാചിന്റെ അടിമത്തിൽ നിന്നും വിടുതലിലേക്ക് വരുന്ന ദൈവത്തിൻ്റെ മക്കൾ സ്റ്റാർട്ടിംഗ് ടൈമിൽ ഇങ്ങനെയുള്ള പ്രതികൂലങ്ങൾ ഫേസ് ചെയ്യും. എന്നാൽ വചനത്തിൽ നിന്നാൽ അലങ്കോലമാക്കാൻ വരുന്ന പിശാചിനെ തിരിച്ചറിഞ്ഞാൽ, അലങ്കോലമാക്കാൻ വരുന്ന പാമ്പിനെ തിരിച്ചറിഞ്ഞാൽ, ഏദൻ തോട്ടത്തെ അലങ്കോലമാക്കാൻ വന്ന പാമ്പിനെ ഹവ്വ തിരിച്ചറിഞ്ഞില്ല. ഹവ്വ തോറ്റുപോയി. നമ്മെ നശിപ്പിക്കുവാൻ വരുന്ന ദുഷ്ട ആലോചനകൾ തരുന്ന, നമ്മുടെ മനസ്സിനെ വശീകരിക്കുവാൻ ശ്രമിക്കുന്ന പാമ്പിനെ തിരിച്ചറിഞ്ഞാൽ, പാമ്പിന്റെ ബുദ്ധിയെ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ ജയിക്കും. സാത്താനുള്ളിൽ തിരിച്ചു കയറില്ല. തന്നിലും ശക്തനായവരെ കൊണ്ടുവന്നാലും അതിന് കയറാൻ പറ്റില്ല. നീ വെടുപ്പും വൃത്തിയോടുകൂടി ഇരുന്നാൽ, എന്ന് പറഞ്ഞാൽ നീ വിശുദ്ധിയിലും ദൈവഭയത്തിലും ദൈവസ്നേഹത്തിലും ഇരുന്നാൽ, വചനത്തിൽ നിന്നും കേട്ട വിധത്തിൽ തന്നെ നീ ജീവിച്ചാൽ സാത്താന് നിന്നെ തൊടാൻ പറ്റില്ല. അവൻ എന്തൊക്കെ അലങ്കോലകരമായ കാര്യങ്ങൾ ചുറ്റും സംഭവിപ്പിച്ചാലും അതിന് നിന്റെ ഉള്ളിൽ കാര്യമില്ല. ചുറ്റും പല വർത്തമാനങ്ങൾ നിന്നെ കേൾപ്പിക്കും, ചുറ്റും പല കാഴ്ചകളും നിന്നെ കാണുമാറാക്കും, ചുറ്റും പല അന്തരീക്ഷങ്ങളും ക്രിയേറ്റ് ചെയ്യും, പല തോന്നലുകൾ ഉണ്ടാക്കും. പക്ഷെ നീ വിശ്വാസത്തിൽ തന്നെ ഇരുന്നാൽ സാത്താന് നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ, നിന്റെ ജീവിതത്തിൽ ജയമെടുക്കുവാൻ കഴിയുകയില്ല, ജയിക്കുകയില്ല. വചനത്തിൽ നിൽക്കുന്ന ദൈവത്തിന്റെ മക്കൾ അവർ ജയിക്കും. ആരാധിക്കുന്ന ദൈവത്തിന്റെ ജനം ജയിക്കും. വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ജനം ജയിക്കും. കൂട്ടായ്മയിൽ നിൽക്കുന്ന ദൈവത്തിന്റെ ജനം ജയിക്കും. അലങ്കോലമാക്കാൻ വരുന്ന പിശാചിന്റെ തന്ത്രത്തെ തിരിച്ചറിയുവേൻ. ദുരുപദേശങ്ങൾ തരുന്ന പിശാചിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയുവേൻ. ആരാധനകളിൽ നിന്നും പിന്മാറ്റത്തിലേക്ക് കൊണ്ടുപോകുവാൻ, വിശ്വാസത്തിൽ നിന്നും തള്ളിയിടുവാൻ, ദുഷ്ടതയുടെ വിത്ത് വിതയ്ക്കുന്ന പിശാചിനെ തിരിച്ചറിയുവേൻ. അത് നീ ഏറ്റെടുക്കുമ്പോൾ നിന്റെ ഉള്ളം അലങ്കോലമാകും, നിന്റെ ജീവിതം അലങ്കോലമാകും. എന്നാൽ വചനത്തെ നീ ഏറ്റെടുത്താൽ ചുറ്റുപാടും കൊടുങ്കാറ്റും തിരമാലയും അടിച്ചാലും നിന്റെ ജീവിതം അലങ്കോലമാവുകയില്ല. നിന്റെ ജീവിതത്തിന്റെ ഉള്ളിൽ സാത്താൻ അവകാശം ഉണ്ടാവുകയില്ല. ഭയപ്പെടുത്തുന്ന അന്തരീക്ഷങ്ങൾ സാത്താൻ കാണിച്ചേക്കാം, തിരമാലകൾ ഉയർന്നു വന്നേക്കാം, കാറ്റടിച്ചേക്കാം, അതെല്ലാം നശിച്ചു പോകുമെന്നൊരു തോന്നലുണ്ടായേക്കാം. എന്നാൽ ദൈവത്തിന്റെ ജനം കുലുങ്ങാതെ നിന്നാൽ മതി. ദൈവത്തിന്റെ ജനത്തിന് ജയമെടുക്കുവാനുള്ള ഒരു കൃപ കർത്താവ് തന്റെ മക്കൾക്ക് തന്നേക്കും. കാറ്റടിക്കട്ടെ, തിരമാലകൾ പൊങ്ങട്ടെ, ഭീഷണികൾ വരട്ടെ, എല്ലാം പ്രതികൂലമാണെന്നൊരു തോന്നൽ ഉണ്ടായിക്കൊള്ളട്ടെ. ദൈവജനമേ, നീ പതറണ്ട, കലങ്ങണ്ട. നിന്നോട് കൂടെയുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. അവൻ മഹത്വത്തിന്റെ രാജാവാണ്. അവൻ അത്ഭുതങ്ങളെ നിനക്കായി ചെയ്യും. കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുവാൻ അധികാരമുള്ളവൻ നിന്നോട് കൂടെയുണ്ട്. ആരാധിക്കുന്ന ദൈവവേദലേ, നിനക്ക് തന്നെയാണ് ജയം. വചനം അനുസരിക്കുന്ന ദൈവവേദലേ, നിനക്ക് തന്നെയാണ് ജയം. സ്തുതിക്കുന്ന ദൈവവേദലേ, അവൻ വചനത്തിന് മുന്നിൽ കീഴ്പ്പെടുന്ന ദൈവവേദലേ, നിനക്ക് തന്നെയാണ് ജയം. ഭീഷണിയെ കണ്ട് ഭയപ്പെടേണ്ട, സാഹചര്യങ്ങളെ കണ്ട് ഭയപ്പെടേണ്ട. വ്യക്തമായ തേജസ്സേറിയ ഒരു അനുഭവത്തെ നിനക്ക് തരുവാൻ കർത്താവ് കരുതി വച്ചിരിക്കുന്നു. പരീക്ഷയെ നീ ജയിച്ചാൽ, ഈ സിറ്റുവേഷനെ നീ ജയിച്ചാൽ, വ്യക്തമായ ഒരു അനുഭവത്തിലേക്ക് കർത്താവ് നിന്നെ നടത്തിക്കൊണ്ടുവരും. ജീസസ് ജീസസ് ജയിച്ചാൽ 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 മേത്രമായ ഒരു അനുഭവത്തിലേക്ക് കർത്താവ് നമ്മെ നടത്തിക്കൊണ്ടുവരും. അടുത്ത കേടുന്ന് പറഞ്ഞ് മേത്രമായ അനുഭവത്തിലേക്ക് നടന്നു പോകാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശത്രുവിൻ്റെ വാക്കുകൾ കേട്ട് നിന്റെ ഹൃദയം കലങ്ങരുത്. ശത്രു കാണിച്ചു തരുന്ന കാഴ്ചകൾ കണ്ട് നിന്റെ ഹൃദയം കലങ്ങരുത്. കാറ്റടിച്ചോട്ടെ, തിരമാലകൾ പൊങ്ങിക്കോട്ടെ, കുലുങ്ങാതെ നിൽക്കണം. യഹോവയിൽ ആശ്രയിക്കുന്നവർ
കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. പാറമേൽ അടിസ്ഥാനമുള്ള വീട് കാറ്റടിച്ചാലും തിരമാലകൾ പൊങ്ങിയാലും വീഴുകയില്ല. വിശ്വാസം തകർന്നു പോവുകയില്ല. തകർന്നു പോകാതെ, വിശ്വാസം തകർന്നു പോകാതെ, ദൈവസ്നേഹം നഷ്ടപ്പെട്ടു പോകാതെ നീ ഉറപ്പോടെ നിൽക്കുകയാണെങ്കിൽ, പ്രശ്നത്തിന്റെ മധ്യത്തിലും പ്രതികൂലങ്ങളുടെ മധ്യത്തിലും ദുർവർത്തമാനത്തിന്റെ മധ്യത്തിലും നിന്ദയുടെ മധ്യത്തിലും അപമാനത്തിന്റെ മധ്യത്തിലും നീ കുലുങ്ങാതെ നിൽക്കുകയാണെങ്കിൽ നീ ജയിക്കും. കാറ്റടങ്ങും, തിരമാല അടങ്ങും. ദൈവ പൈതലേ, ദൈവത്തിന്റെ തേജസ്സിന്റെ മേൽ പ്രത്യക്ഷമാകുമ്പോൾ നീ ജയിക്കും. ഹല്ലേലൂയ. ഇത് വെറും മനസ്സിൽ വെക്കാനുള്ള വിശ്വാസമല്ല, ഇത് ജീവിതത്തിൽ പ്രകടമാകുന്ന ആക്ടിവിറ്റീസിന്റെ ഭാഗമാണ്. ഹല്ലേലൂയ. ദൈവജനം ആരാധിക്കുന്ന ആരാധനയിൽ തേജസ് വെളിപ്പെടുമ്പോൾ അത് മനസ്സിൽ മാത്രം ഒതുങ്ങില്ല, അത് ശരീരത്തിൽ വെളിപ്പെടും, അത് ജീവിതത്തിൽ വെളിപ്പെടും, അത് കുടുംബത്തിൽ വെളിപ്പെടും, തൊഴിലിൽ വെളിപ്പെടും, വിദ്യാഭ്യാസത്തിൽ വെളിപ്പെടും, ഭാവിയിൽ വെളിപ്പെടും, ബന്ധങ്ങളിൽ വെളിപ്പെടും, ഫിനാൻസിൽ വെളിപ്പെടും. എല്ലാ ഏരിയാസിലും ദൈവത്തിന്റെ തേജസ് വെളിപ്പെടും, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓക്കെ, പിശാച് ആദ്യമായി വിശ്വാസത്തിലേക്ക് വരുന്ന ദൈവജനത്തെ വിട്ടുപോകാതെ വണ്ണം, വിട്ടുകൊടുക്കാതെ വണ്ണം പിടിച്ചു വെക്കുവാൻ ശ്രമിക്കും. തുടർച്ചയായ മോശയുടെ ഇടപെടൽ, തുടർച്ചയായ ദൈവപുത്രന്മാരുടെ ഇടപെടൽ, തുടർച്ചയായ ദൈവപുരുഷന്മാരുടെ ഇടപെടൽ അവനെ പുറത്തു കൊണ്ടുവരും. സാത്താൻ പറയും ഞാൻ വിടില്ല, ഫറവോൻ പറയും ഞാൻ വിടില്ല, ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറയും ഞാൻ വിടാം, എന്നിട്ട് മനസ്സ് മാറും, പിന്നെ വിടില്ല. പല ബാധകൾ ദൈവം മിസ്രൈമിൽ അയച്ചു. ഫറവോൻ പറഞ്ഞു ഞാൻ വിട്ടുതരില്ല. വെള്ളം രക്തമായി മാറി, തവള വന്നു, പേന് വന്നു, ഈച്ച വന്നു, എല്ലാ മൃഗജന്തുക്കളും നശിച്ചു പോകുന്ന അനുഭവങ്ങൾ വന്നു, പുണ്ണ് വന്നു, കൽമഴ പെയ്തു, വെട്ടുകിളി വന്നു, അന്ധകാരം മൂടി, എല്ലാ ആദിജാതന്മാരും കടിഞ്ഞൂലൊക്കെയും നശിച്ചു പോകുന്ന സിറ്റുവേഷൻ വന്നു. ഇങ്ങനെയുള്ള ബാധകളെല്ലാം ദൈവം മിസ്രൈമിൽ അയച്ചു. എന്ന് പറഞ്ഞാൽ ദൈവജനത്തെ ആരാധിക്കുവാൻ വരുന്ന ദൈവജനത്തെ സാത്താൻ പിടിച്ചു വയ്ക്കും തോറും സാത്താന് അടികൾ കിട്ടിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. എനിക്ക് പേഴ്സണലി അനുഭവമുണ്ട്. ചില പിശാചിൻ്റെ ശക്തികളെ ഓടിക്കുമ്പോൾ അത് ആദ്യം പറയും ഞാൻ പോകില്ല, ഞാൻ പോകില്ല, ഞാൻ പോകില്ല എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. അവസാനം അത് പോയേക്കും. ഇത് പിശാചിൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്. ചില പിശാചികൾ ഞാൻ പോകാമെന്ന് പറയും, എന്നിട്ട് അവസാനം പറയും ഞാൻ പോകില്ല എന്ന് പറയും. ഫറവോൻ്റെ സ്വഭാവം ഇതാണ്. ഞാൻ വിടാമെന്ന് പറയും, എന്നിട്ട് കുറച്ചുകൂടി ഇല്ല ഞാൻ വിടില്ല, ആരാധിക്കാൻ ഞാൻ വിട്ടേക്കാം, പൊക്കോ അമ്മ പോയി ആരാധിക്കോട്ടെ. കുറച്ച് കഴിയുമ്പോൾ പറയും ഇല്ല ഞാൻ വിടില്ല, ഇവൻ എനിക്കുള്ളതാണ്. അവകാശം പറഞ്ഞു നിൽക്കുന്ന പൈശാചിക ശക്തികൾ. ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി ഒഴിഞ്ഞു പോവുകയില്ല. ഹല്ലേലൂയ. ഒരു മോശയുടെ ഇടപെടലില്ലാതെ ഈ ജാതിയെ ജയിക്കാൻ പറ്റില്ല. ഒരു ദൈവപുരുഷന്റെ ഇടപെടലില്ലാതെ ഈ ജാതിയെ ജയിക്കാൻ പറ്റില്ല. അടിമത്തത്തിൽ കാലങ്ങൾ കിടക്കുവാൻ കർത്താവ് വിളിച്ചിട്ടില്ല. കഷ്ടതയിൽ കാലങ്ങൾ കിടക്കുവാൻ കർത്താവ് വിളിച്ചിട്ടില്ല. ദൈവപുരുഷന്മാരുടെ ഇടപെടലിനാൽ, ദൈവവചനത്താലും ദൈവശക്തിയാലും ദൈവത്തിൻ്റെ മക്കൾ മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ നിന്നും പുറത്തു വരണം. യു ഹാവ് ടു കം ഔട്ട്. നിങ്ങൾ അവിടെ നിന്നും പുറത്തു വരണം. ഹല്ലേലൂയ. പിടിച്ചു വെക്കാൻ പറ്റില്ല, പിശാചിന് പിടിച്ചു വെക്കാൻ പറ്റില്ല. വചനം വെളിപ്പെട്ടാൽ, ദൈവശക്തി വെളിപ്പെട്ടാൽ, അഭിഷേകം വെളിപ്പെട്ടാൽ, ആരാധന വെളിപ്പെട്ടാൽ, ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരുടെ ഇടപെടൽ ഉണ്ടായാൽ, ദൈവദൂതന്മാരുടെ ഇടപെടൽ ഉണ്ടായാൽ, നിന്നെ ബന്ധിച്ചു വെച്ചിരിക്കുന്ന ബന്ധനങ്ങൾക്ക് നിന്നെ ബന്ധിച്ചു തന്നെ വെച്ചിരിക്കാൻ പറ്റില്ല. അത് പൊട്ടും. ആ ബന്ധനങ്ങൾ പൊട്ടും, ആ അടിമത്തങ്ങൾ പൊട്ടും. പൊട്ടി ദൈവത്തിൻ്റെ ജനം ദൈവത്തെ സ്തുതിപ്പാനായി പുറത്തു വരും. ഹല്ലേലൂയ. ഇനി എൻ്റെ ചോദ്യം, ദൈവം എന്തിനാണ് പിശാചിന്റെ അടിമത്തത്തിൽ നമ്മെ വിടിവിക്കുന്നത്? എന്തിനാണ്? ദൈവത്തെ ആരാധിക്കുവാൻ. ചിലർ കഷ്ടതയിലും പ്രയാസത്തിലും കിടക്കുമ്പോൾ പറയും എന്നെ ഇതിൽ നിന്ന് രക്ഷിച്ചാൽ ഞാൻ ദൈവത്തെ ആരാധിക്കും. എന്നിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം ആരാധനയെക്കുറിച്ച് മറന്നുപോകും. വിടുതൽ കിട്ടിക്കഴിയുമ്പോൾ ആരാധനയെക്കുറിച്ച് മറന്നുപോകും. ഒരു പഴഞ്ചൊല്ലുണ്ട് മലയാളത്തിൽ, പാലം കടക്കുവോളം നാരായണ നാരായണ. പാലം കടന്നു കഴിഞ്ഞാൽ ഏത് നാരായണൻ? പൂരായണ പൂരായണ. സോ ഈ രീതിയിലുള്ള മെൻറ്റാലിറ്റിയിലാണ് പല ആളുകളും. ഓക്കെ, വിടുതൽ കിട്ടിക്കഴിഞ്ഞാൽ എന്തിനാണ് ദൈവം വിടുതൽ തന്നതെന്ന് അറിയാമോ? സ്വന്തം വഴികളിൽ പോകുവാനല്ല, സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുവാനല്ല, ഒരു
ഒരു ഉടമ്പടിയിലേക്ക് വരുവാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തോടൊരു ഉടമ്പടി ഉണ്ടാകണം. ഒരു സീനായി പർവ്വതം നിനക്കായി കാത്തിരിക്കുന്നു. ദൈവത്തിന്റെ വിശുദ്ധ പർവ്വതം നിനക്കായി കാത്തിരിക്കുന്നു. ദൈവത്തിന്റെ പാദത്തിൽ ഒരു ഉടമ്പടി ചെയ്യുവാൻ, ജീവിതത്തെ ഒന്ന് സമർപ്പിക്കുവാൻ, ഒരു ഉടമ്പടി ചെയ്യുവാൻ ഒരു സീനായി പർവ്വതത്തിന്റെ മുന്നിൽ നീ വന്നു നിൽക്കേണ്ടതായിട്ടുണ്ട്. ബാധകളൊന്നും തൊട്ടില്ല. പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിസ്തംഭം, ചെങ്കടൽ പിളർന്നു. ഇതൊക്കെ സംഭവിച്ചതിന് ശേഷം കർത്താവ് ജനത്തെ എവിടെ കൊണ്ട് നിർത്തിയെന്നറിയാമോ? ഒരു സീനായി പർവ്വതത്തിൻ്റെ ചുവട്ടിൽ കൊണ്ട് നിർത്തി. അവിടെ എന്ത് സംഭവിച്ചു? ദൈവത്തിൻ്റെ മഹത്വം അവിടെ വെളിപ്പെട്ടു. ദൈവത്തിൻ്റെ തേജസ് അവിടെ ഇറങ്ങി. പർവ്വതം പുകയുന്നത് ജനം കണ്ടു. ഇടിമുഴക്കം, ഇടിനാദങ്ങൾ ജനം കേട്ടു. ദൈവത്തിൻ്റെ ശക്തിയാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യമാണെന്ന് ജനം തിരിച്ചറിഞ്ഞു. അവിടെ വെച്ച് ഒരു ഉടമ്പടി ചെയ്യുകയാണ്. എന്താണ് ആ ഉടമ്പടി എന്നറിയാമോ? പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 4, 5, 6 വാക്യങ്ങൾ. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 4, 5, 6 വാക്യങ്ങൾ. நான் எகிப்தியருக்கு செய்ததையும் நான் உங்களை கழுகுகளுடைய செட்டைகளின் மேல் சுமந்து உங்களை എന്നണ്ടയിലെ ചേർത്ത് കൊണ്ടதையும் നിങ്ങൾ കണ്ടിരിக்கிறீர்கள். ഞാൻ മിസ്രൈമ്യരോട് ചെയ്തതും നിങ്ങളെ കഴുകന്മാരുടെ ചിറകിന്മേൽ വഹിച്ച് എൻ്റെ അടുക്കൽ വരുത്തിയതും നിങ്ങൾ കണ്ടുവല്ലോ. നിങ്ങളെ അടിമത്തത്തിൽ നിന്നും നിങ്ങളെ വിടുവിച്ചു കൊണ്ടുവന്ന വഴി നിങ്ങൾ കണ്ടുവല്ലോ. നിങ്ങളെ രോഗത്തിൽ നിന്നും, വ്യാധികളിൽ നിന്നും, ശാപത്തിൽ നിന്നും, പാപത്തിൽ നിന്നും, പലവിധമായ ബന്ധനങ്ങളിൽ നിന്നും, ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസിൽ നിന്നും ദൈവത്തിൻ്റെ ശക്തിയാൽ, പ്രാർത്ഥനയാൽ, വചനത്താൽ പുറത്തു കൊണ്ടുവന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഹല്ലേലൂയ. അടുത്ത 5-ാം വാക്യത്തിൽ, இப்பொழுது நீங்கள் என் வாக்கை உள்ளபடி கேட்டு என் உடன்படிக்கையை கைக்கொள்வீர்களானால் சகல ஜனங்களிலும் நீங்களே எனக்கு சொந்த சம்பத்தாய் இருப்பீர்கள். ഭൂമി എല്ലാം എന്നുടേത്. ദൈവത്തിന്റെ ഉടമ്പടി ഇതാണ്. എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. സൗഖ്യം പ്രാപിച്ച ദൈവ പൈതലേ, വിടുതൽ പ്രാപിച്ച ദൈവ പൈതലേ, അടയാളം കണ്ട ദൈവ പൈതലേ, നന്മ സ്വന്തമാക്കിയ ദൈവ പൈതലേ, നീ നിന്റെ വഴിക്ക് പോകുവാനല്ല, ദൈവം നിനക്കൊരു വഴി വരച്ചു കാണിച്ചു തരും. ആ വഴിയെ പോകുവാൻ കർത്താവ് നിന്നെ വിളിച്ചിരിക്കുന്നു. നീ ആ വഴിയെ പോയാൽ കൂട്ടായ്മ വേണം, ആരാധന വേണം, ഒരു ആത്മീക നേതൃത്വം വേണം. ആമേൻ. ഒരു ദൈവത്തിൻ്റെ വചനം നിൻ്റെ ജീവിതത്തിൽ വേണം. വചനപ്രകാരം നിൻ്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തണം. അങ്ങനെ പല കാര്യങ്ങൾ നിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചാൽ എന്ത് സംഭവിക്കും? നീ എനിക്ക് പ്രത്യേക സമ്പത്തായിരിക്കും. You will be a special possession for me. You will be a special asset for me. നീ എനിക്ക് പ്രത്യേക ഒരു സമ്പത്തായിരിക്കും. ഹല്ലേലൂയ. ചില ആളുകളോട് ഉണ്ട് സ്പെഷ്യൽ സമ്പത്തായിരിക്കും. അതിനിപ്പോൾ എനിക്കെന്താ? അങ്ങനെ ഇരിക്കരുത്. സ്പെഷ്യൽ സമ്പത്തെന്ന് ദൈവം പറയുമ്പോൾ അതിലൊരു സന്തോഷം നമ്മുടെ ഹൃദയത്തിലും വേണം. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിൻ്റെ കാര്യത്തിൽ സന്തോഷിക്കാം. കർത്താവിൻ്റെ ചിന്തയിൽ നമുക്കും സന്തോഷിക്കാം. ഹല്ലേലൂയ. നമ്മ ഈ അനുഭവത്തിൽ നിന്നെല്ലാം ധാരാളം പേരെ കർത്താവ് കൊണ്ടുവന്ന് കഴിഞ്ഞു, പുറത്തു കൊണ്ടുവന്നു. ഉടമ്പടി കഴിഞ്ഞു. എന്താണ് ഉടമ്പടി? സ്നാനം. ചില ആളുകൾ വിടുതൽ കിട്ടും, സൗഖ്യം കിട്ടും, സ്നാനം എടുക്കില്ല, ഉടമ്പടി ചെയ്യാൻ റെഡിയല്ല. എന്ത് ചെയ്യാൻ റെഡിയല്ല? ഉടമ്പടി ചെയ്യാൻ റെഡിയല്ല. സ്നാനത്തിൽ പുതിയ നിയമത്തിൽ കർത്താവിൻ്റെ കൽപ്പന പ്രകാരം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വെള്ളത്തിൽ സ്നാനമേൽക്കണം. സ്നാനം എടുത്തുകൊണ്ട് ആ ഉടമ്പടി ചെയ്യുന്നു. ഉടമ്പടിയിൽ എന്താണ്? ആ ഉടമ്പടി എന്താണ്? ഇനിയും ജീവിക്കുന്നത് ഞാനല്ല, യേശുവാണ് എന്നിൽ ജീവിക്കുന്നത്. ഇനി ഞാൻ എനിക്കുള്ളതല്ല, ഞാൻ യേശുവിനുള്ളതാണ്. എന്നെയും എനിക്കുള്ള സകലത്തെയും ഞാൻ യേശുവിന് സമർപ്പിക്കുകയാണ്. ഇതാണ് ദൈവവേദലേ നിന്റെ ഉടമ്പടി. ഹല്ലേലൂയ. ഉടമ്പടിയെ കുറിച്ച് കേട്ടിട്ടേ ഇല്ല. സ്നാനം, വാട്ട് ഈസ് ദാറ്റ്? അങ്ങനെ ഇരിക്കരുത്. ഉടമ്പടി, നമ്മൾ ധാരാളം പേർ ഉടമ്പടി ചെയ്തവരാണ്. ഓക്കെ, എന്താണ് ഉടമ്പടി? ഇനി ജീവിക്കുന്നത് ഞാനല്ല. ആരാ നിന്നെ ജീവിക്കുന്നേ? എൻ്റെ ഇഷ്ടമല്ല, യേശുവിൻ്റെ ഇഷ്ടം. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ.
എൻ്റെ ഗീതം പോലെയല്ലേ എൻ പിതാവേ എൻ യഹോവേ, എൻ്റെ ഗീതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. എൻ്റെ ഇഷ്ടം പോലെ അല്ല, യേശുവിൻ്റെ ഇഷ്ടം പോലെ ഞാൻ ജീവിക്കണം. കർത്താവിൻ്റെ വചനം പോലെ ഞാൻ ജീവിക്കണം. അതാണ് ഉടമ്പടി. അടുത്തേക്ക് എടുത്ത് പറഞ്ഞേ, നമ്മുടെ ഇഷ്ടം വേണ്ട, യേശുവിൻ്റെ ഇഷ്ടം മതി. നമ്മുടെ ഇഷ്ടം വേണ്ട, പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടം മതി. നമ്മുടെ ഇഷ്ടം വേണ്ട, വചനത്തിൻ്റെ ഇഷ്ടം മതി. വാക്ക് മാറരുത്. നേരത്തെ എടുത്ത ഉടമ്പടി നമ്മൾ പുതുക്കുന്നതേ ഉള്ളൂ. ഇന്ന് നമ്മൾ തിരുവത്താഴത്തിലേക്ക് പോവുകയാണ്. ഓരോ തിരുവത്താഴത്തിലും നമ്മളെ തന്നെ നമ്മൾ പുതുക്കണം. നമ്മുടെ ഉടമ്പടിയെ പുതുക്കണം, നമ്മുടെ സമർപ്പണത്തെ പുതുക്കണം. പുതുക്കത്തോടുകൂടെ, ആ സമർപ്പണത്തോടുകൂടെ, പുതിയൊരു വിശുദ്ധീകരണത്തോടെ, കുറവുകൾ, കുറ്റങ്ങൾ, ബലഹീനതകൾ ഉണ്ടെങ്കിൽ അത് ഏറ്റു പറഞ്ഞുകൊണ്ട്, നിരപ്പ് പ്രാപിച്ചുകൊണ്ട് ആ ഒരു സമർപ്പണത്തെ നമ്മൾ പുതുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓക്കെ, അപ്പോൾ ആ ഉടമ്പടിയിലേക്ക് കർത്താവ് നമ്മെ നടത്തുകയാണ്. ആരെ? ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്നും വിടുതലിലേക്ക് വന്നവരെ, വചനം കേട്ട് നന്മകൾ കണ്ടവരെ, വചനം കേട്ട് അടയാളങ്ങൾ കണ്ടവരെ, വചനം കേട്ട് ദൈവത്തിൻ്റെ മഹത്വം അനുഭവിച്ചവരെ കർത്താവ് എവിടേക്ക് നടത്തുന്നു? ഒരു ഉടമ്പടിയിലേക്ക് നടത്തുകയാണ്. തുടർന്ന് ആ ഉടമ്പടിയിലാണ് ഇസ്രായേലിനെ ദൈവം നടത്തുന്നത് മരുഭൂമിയിൽ. മരുഭൂമിയിൽ ഇസ്രായേലിനെ നടത്തുന്നത് ഏതിന്മേലാണ്? ഉടമ്പടിയിന്മേലാണ്. തമിഴിൽ എന്താ ഉടമ്പടിക്ക്? ഉടമ്പടിക്കൈ. ദൈവം ആ ഉടമ്പടിയിൽ നമ്മെ നടത്തുകയാണ്. നീ എൻ്റെ വഴിയിൽ നടന്നാൽ ഞാൻ നിനക്ക് ദൈവമായിരിക്കും. നീ എൻ്റെ കൽപ്പനകൾ അനുസരിച്ചാൽ ഞാൻ നിനക്ക് ദൈവമായിരിക്കും. നിൻ്റെ എല്ലാ വഴികളിലും ഞാൻ നിൻ്റെ കൂടെയിരിക്കും. നിന്നെ ഞാൻ കാത്തുകൊള്ളും. ഞാൻ നിന്നെ അനുഗ്രഹിക്കും. നിനക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ തരും. ദൈവത്തിൻ്റെ വാക്കാണ്, ദൈവത്തിൻ്റെ ഉടമ്പടിയാണ്. തൻ്റെ മക്കളെ പരിപാലിക്കുവാനൊരു സ്പെഷ്യൽ ശ്രദ്ധ, സ്പെഷ്യൽ അറ്റൻഷൻ ദൈവത്തിന് തൻ്റെ ജനത്തിൻ്റെ മേലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉടമ്പടിയുണ്ടോ? സമർപ്പണമുണ്ടോ? കർത്താവിനെ ആരാധിക്കുവാനുള്ള ഉടമ്പടിയുണ്ടോ? സ്തുതിക്കുവാനുള്ള ഉടമ്പടിയുണ്ടോ? ദൈവത്തിൻ്റെ വഴി നടക്കാമെന്നുള്ള ഉടമ്പടിയുണ്ടോ? ദൈവത്തിൻ്റെ ശ്രദ്ധ നിൻ്റെ മേലുണ്ടായിരിക്കും. നീ ദൈവത്തിനായി സമർപ്പിച്ചിട്ടുണ്ടോ? ദൈവത്തിൻ്റെ ശ്രദ്ധ നിൻ്റെ മേലുണ്ടായിരിക്കും. ഹല്ലേലൂയ. ഓക്കെ, മിസ്രൈമിൻ്റെ അനുഭവം നിങ്ങൾക്ക് മനസ്സിലായി. അടിമത്വമാണ്. വിടില്ല, സാത്താൻ വിടില്ല. സാത്താൻ അവകാശം പറഞ്ഞുകൊണ്ടേയിരിക്കും. അതാണ് മിസ്രൈമിൻ്റെ അടിമത്വം. ഓക്കെ, ഇന്ന് പിശാചിൻ്റെ ബാധ ഇതുവരെയും ഒഴിഞ്ഞു പോകാതെ അവൻ അവകാശം പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന അനുഭവത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അത് വിട്ട് പുറത്തു വരണം. സാത്താൻ വന്ന് നിങ്ങളെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഉറങ്ങുമ്പോൾ സാത്താൻ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങളായിരിക്കുകയാണെങ്കിൽ മനസ്സിലാക്കുക, നീ മിസ്രൈമിൽ ഫറവോൻ്റെ അടിമത്വത്തിലാണ്. ഓക്കെ, പിശാച് വന്ന് കഴുത്തിൽ പിടിക്കും. ഉറങ്ങുമ്പോൾ വന്ന് തോളിൽ കയറി നിൽക്കും, തലയിൽ കയറി നിൽക്കും, നുള്ളും, മാന്തും. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ ഇത് പിശാചിൻ്റെ അടിമത്വത്തിലുള്ള അനുഭവമാണ്. ചെവിയിൽ പല ഭീഷണികൾ പറയും. ആരും പറയില്ല, പക്ഷെ അവൻ ചെവിയിൽ കേൾക്കും. ചില സൈക്കാട്രിസ്റ്റ് അതിനെ ഹലൂസിനേഷൻ എന്ന് പറയും. എന്നാൽ പൈശാചികമായിട്ടുള്ള ചില കാര്യങ്ങൾ അവിടെ ഓപ്പറേറ്റ് ആവുകയാണ്. മരിച്ചുപോയ ആത്മാക്കളുടെ ശബ്ദം കേൾക്കും, മരിച്ചുപോയ ആത്മാക്കളെ കാണും, അവർ ഭീഷണിപ്പെടുത്തുന്നത് കാണും. അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകും. ഫറവോൻ്റെ അടിമത്വത്തിലാണ്. അവൻ ഞെരുക്കിക്കൊണ്ടേയിരിക്കുന്നു, ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഫറവോൻ്റെ അടിമത്വത്തിലേക്കാണ്. മോശയോട് ചേർന്ന് നിന്നാൽ മോശ നിന്നെ ഫറവോൻ്റെ അടിമത്വത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരും, ഒരു ഉടമ്പടിയിലേക്ക് കൊണ്ടുവരും. ഉടമ്പടിയിലേക്ക് നീ വന്നാൽ ദൈവത്തിൻ്റെ ഒരു കവറിങ്, പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിസ്തംഭമായി, പരിശുദ്ധാത്മാവിൻ്റെ ഒരു കവറിങ് നിനക്കായിട്ട് കർത്താവ് തരും. ഹല്ലേലൂയ. മോശയോട് ചേർന്ന് നിന്നാൽ ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്നും പുറത്തു വരാം. ഹല്ലേലൂയ. ഇല്ല, ചേർന്ന് നിന്നില്ലെങ്കിൽ നിലവിളിച്ചുകൊണ്ടേ അവിടെ തന്നെ കിടക്കാം. ഇസ്രായേൽ മക്കൾ ഊഴിയവേല ചെയ്ത് നിലവിളിച്ചുകൊണ്ടേ കിടക്കുകയാണ്. എന്നാൽ ആ നിലവിളി കണ്ടിട്ടാണ് ദൈവം ഒരു അഭിഷിക്തനെ അവിടെ അയച്ചത്. ജനം മോശയോട് ചേർന്നത് കൊണ്ട് അവർ മിസ്രൈമിൽ നിന്നും പുറത്തു വന്നു. ചേർന്ന് നിന്നില്ലായിരുന്നുവെങ്കിൽ അവിടെ തന്നെ കിടന്ന് ആ കഷ്ടത കണ്ടിന്യൂസ് ആകുമായിരുന്നു. ഹല്ലേലൂയ. ഓക്കെ, നമുക്ക് തുടർന്ന് ദൈവം മരുഭൂമിയിൽ ഇസ്രായേലിനെ എങ്ങനെ നടത്തിയെന്ന് നോക്കാം. മരുഭൂമിയിൽ
ദൈവത്തെ അറിഞ്ഞതിന് ശേഷം, മോശയുടെ നേതൃത്വത്തിൽ വന്നതിന് ശേഷം, കൂട്ടായ്മയിൽ വന്നതിന് ശേഷം, ആരാധനയിൽ വന്നതിന് ശേഷം, വചനത്തിൽ വന്നതിന് ശേഷം, ഉടമ്പടിയിൽ വന്നതിന് ശേഷം ദൈവം മരുഭൂമിയിൽ മോശ മുഖാന്തരം ഇസ്രായേലിനെ എങ്ങനെ നടത്തി എന്നാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. ഫറവോൻ്റെ അടിമത്തത്തിലായിരുന്നപ്പോൾ മേഘസ്തംഭമില്ല, അഗ്നിസ്തംഭമില്ല. ഫറവോൻ്റെ അടിമത്തത്തിലായിരുന്നപ്പോൾ വചനം പറയുവാൻ മോശയില്ല. ഫറവോൻ്റെ അടിമത്തത്തിലായിരുന്നപ്പോൾ വേദനയിൽ ആശ്വാസം കൊടുക്കുവാൻ ദൈവത്തിൻ്റെ ഒരു തരത്തിലുള്ള കാര്യങ്ങളും ഇല്ല. എന്നാൽ മോശയുടെ നേതൃത്വത്തിൽ വന്നപ്പോൾ, ദൈവപുരുഷന്റെ നേതൃത്വത്തിൽ വന്നപ്പോൾ, കൂട്ടായ്മയിൽ വന്നപ്പോൾ, ഒരു ഇടയൻ്റെ കീഴിൽ വന്നപ്പോൾ, ആടിൻ്റെ ഒരു തൊഴുത്തിൽ കയറി വന്നപ്പോൾ, ദൈവത്തിൻ്റെ വഴിയിലേക്ക് കയറി വന്നപ്പോൾ, ദൈവത്തോടൊരു സമർപ്പണത്തിലേക്ക് വന്നപ്പോൾ, പകൽ മേഘസ്തംഭമുണ്ട്, രാത്രി അഗ്നിസ്തംഭമുണ്ട്, അത്ഭുതങ്ങളുണ്ട്, അടയാളങ്ങളുണ്ട്, ശത്രുവിൻ്റെ മേൽ അധികാരമുണ്ട്, ശത്രുവിൻ്റെ മേൽ ജയമുണ്ട്, പലതരത്തിലുള്ള ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ അധികമായി ഇസ്രായേൽ ജനത്തിന് ലഭിക്കുകയാണ്. 13-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം, അതിൻ്റെ 21 22 വാക്യങ്ങൾ. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം. அவர்கள் இரவும் பகலும் வழி நடக்க கூடும்படிக்கு கர்த்தர் பகலில் அவர்களை வழிநடத்த மேக ஸ்தம்பத்திலும் இரவில் அவர்களுக்கு வெளிச்சம் காட்ட அக்னி ஸ்தம்பத்திலும் அவர்களுக்கு முன் சென்றார். നോക്കിക്കേ, പകലിൽ എന്ത് കൊടുത്തു? മേഘസ്തംഭം എന്ന് പറഞ്ഞാൽ വെയിലിൻ്റെ ചൂടടിക്കാതിരിക്കാൻ, വെയിലടിക്കാതിരിക്കാൻ ദൈവം എന്ത് കൊടുത്തു? മേഘത്തെ കൊണ്ട് മറച്ചു. വെളിച്ചം കിട്ടും, പക്ഷേ വെയിലടിക്കില്ല. ഞങ്ങൾ ചില ബ്രദേഴ്സ് ഒരിക്കൽ ഒരു 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 പൊന്മുടിയിലോ എവിടെയാണോ തോന്നുന്നു പോയ സമയത്ത്, ഞങ്ങൾ പോയി അവിടെ ഇറങ്ങിയ സമയത്ത് അവിടെ വെയിലുണ്ടായിരുന്നു. ഓക്കെ, ബട്ട് ഞങ്ങൾ അവിടെ ഇറങ്ങിയതിന് ശേഷം നമുക്ക് കൃത്യമായിട്ടും കാണാൻ പറ്റി. ആരൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു? കരങ്ങൾ ഉയർത്താമോ? ഉണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ കാണുന്ന സമയത്ത് ഓക്കെ അവിടെ ചുറ്റും വെയിലാണ്, നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് വെയിലില്ല. അടുത്ത മലകളിലെല്ലാം വെയിൽ കാണാം, അടുത്ത മലകളിലെല്ലാം വെയിൽ കാണാം, പക്ഷേ അവിടെ വെയിലില്ല. പരിസരത്തെല്ലാം വെയിൽ കണ്ണുകൊണ്ട് കാണാം, പക്ഷെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് വെയിലില്ല. ഞാൻ എവിടെയാണ് നിൽക്കുന്നത്? ദൈവം ചെയ്യുന്ന മഹത്വം പറയുമ്പോൾ ഒരു സ്തോത്രം പോലും പറയാതെ വണ്ണം ഇങ്ങനെ തന്നെ ഇരിക്കുന്ന ഒരവസ്ഥ. ഇത് പാടില്ല, സ്തോത്രം പറയണം. ഓ, എന്ന് പൊന്മുടി പോയെന്നാണോ ആലോചിക്കുന്നത്? പണ്ട് ഓക്കെ, ശരി. നെക്സ്റ്റ്, ഇവിടെ പണി നടന്ന സമയത്തുള്ള കാര്യങ്ങൾ പറയാം. ഓക്കെ, ഇവിടെ ചർച്ചിൻ്റെ പണി നടന്ന സമയത്ത് നമുക്ക് പകൽ സമയം ജോലി ചെയ്യുന്ന സമയത്ത് മിക്കവാറും വെയിലില്ല. മേഘം കൊണ്ട് കവർ ചെയ്ത് നല്ലൊരു അറ്റ്മോസ്ഫിയറിനെ, ക്ലൈമറ്റിനെ കർത്താവ് തന്നു. നിങ്ങളുണ്ടായിരുന്നോ? ഓക്കെ, ദൈവത്തിന് മഹത്വം കൊടുക്കുക. ആരൊക്കെ ഉണ്ടായിരുന്നു? അത് കണ്ടവരാരൊക്കെ ഉണ്ട്? നോക്കിയേ. ഈ അനുഭവങ്ങൾ പണിയാൻ വന്നവരെ അത് കാണുള്ളൂ. ഈ അനുഭവങ്ങൾ അനുഭവിച്ച ദൈവമക്കൾ ഇവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, പിന്നൊരു അനുഭവം, നമുക്ക് ഒരിക്കൽ കോൺക്രീറ്റ് നടന്നപ്പോൾ ഈ ഏരിയയുടെ ചുറ്റും മഴയുണ്ട്, തകർത്ത മഴയുണ്ട്. നമ്മുടെ ഇവിടെ മാത്രം മഴയില്ല. ഇവിടെ മഴയുമില്ല, വെയിലുമില്ല. ദൈവം പ്രകൃതിയെ ആ രീതിയിൽ ക്രമീകരിക്കുന്നു. അതാണ് വചനം പറയുന്നത്. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. മഴയും മേഘവും അന്തരീക്ഷവും ഭൂമിയും എല്ലാം ദൈവപുത്രന്മാരെ സേവിക്കുവാൻ തക്കവണ്ണം അവർ റെഡിയായിരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ രീതിയിൽ കർത്താവ് നടത്തും. പകൽ മേഘസ്തംഭം, രാത്രി എന്തിനാ അഗ്നിസ്തംഭം? ഇരുട്ട് വേണ്ട. ഇരുട്ടത്തും ഒരു വെളിച്ചത്തെ ദൈവമക്കൾക്ക് കർത്താവ് തരും. ഹല്ലേലൂയ. ഇരുട്ടത്തും ഒരു വെളിച്ചത്തെ കർത്താവ് തരും. വിശ്വസിക്കുന്നവർക്ക് കിട്ടും. മിനിമം ഇത് കേട്ട് സ്തോത്രം പറയുവാനെങ്കിലും മനസ്സുള്ളവർക്ക് കിട്ടും. ഹല്ലേലൂയ. ഓക്കെ, പൊന്മുടി പോയത് എന്താണെന്ന് ആലോചിച്ച് ടൈം വേസ്റ്റ് ആക്കണ്ട. ആ മേഘത്തിൻ്റെ കാര്യം ഓർത്തിരുന്നാൽ മതി. ശരി, നോക്കിക്കേ. അടുത്ത് 16-ാം അധ്യായം 4-5 വാക്യം. പുറപ്പാട് 16-ാം അധ്യായം 4-5 വാക്യം. அப்பொழுது கர்த்தர் மோசேயை நோக்கி,
நான் உங்களுக்கு வானத்திலிருந்து அப்பம் வர்ஷிக்க பண்ணுவேன். ஜனங்கள் போய் ஒவ்வொரு நாளுக்கு வேண்டியதை ஒவ்வொரு நாளிலும் சேர்த்து கொள்ள வேண்டும். அதனால் அவர்கள் என் நியாயப்பிரமாணத்தின்படி நடப்பார்களோ நடக்க மாட்டார்களோ என்று அவர்களை சோதிப்பேன். 6ஆம் நாளிலோ அவர்கள் நாள்தோறும் சேவிக்கிறதை பார்க்கிலும் 2 அத்தனையாய் சேர்த்து அதை ஆயத்தம் பண்ணி வைக்க கடவர்கள் என்றார். നോക്കിക്കേ, ദൈവം ആകാശത്ത് നിന്ന് അപ്പം കൊടുക്കുന്നു. ആകാശത്ത് എന്ത് കൊടുക്കുന്നു? അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിൽ അടുക്കളയിൽ ഉണ്ടാക്കണ്ട. എളുപ്പമല്ലേ? വീട്ടിൽ കുക്കിംഗ് വേണ്ട, വീട്ടിൽ പാകം ചെയ്യേണ്ട, വേറെ ഒരു പണിയുമില്ല. പോയി പറഞ്ഞതുപോലെ കേട്ടത് പിറക്കി എടുത്തുകൊണ്ടാൽ മതി. അപ്പം കൊടുക്കുന്നു. മരുഭൂമിയിൽ മോശയുടെ കീഴിൽ വന്ന ദൈവത്തിൻ്റെ ജനം, ഉടമ്പടി എടുത്തു വന്ന ദൈവത്തിൻ്റെ ജനം, ആമേൻ, ഫറവോൻ്റെ അടിമത്തിൽ നിന്നും പുറപ്പെട്ടു വന്ന ദൈവത്തിൻ്റെ ജനം, കർത്താവിൻ്റെ വചനം കേട്ട് വന്ന ദൈവത്തിൻ്റെ ജനം, അവർക്ക് ദൈവം ആകാശത്തിൽ നിന്നും മന്ന കൊടുക്കുന്നു. ഹല്ലേലൂയ. പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിസ്തംഭം, മരുഭൂമിയിൽ ഭക്ഷിപ്പാൻ മന്ന ആകാശത്ത് നിന്ന് ദൈവത്തിന് ചെയ്യാൻ കഴിയില്ലേ? വിശ്വസിപ്പിൻ. 17-ാം അധ്യായം 5-6 വാക്യം. പിന്നെന്ത് കൊടുക്കുന്നു മരുഭൂമിയിൽ? 17-ാം അധ്യായം 5-6 വാക്യം. அப்பொழுது கர்த்தர் மோசேயை நோக்கி, நீ இஸ்ரவேல் மூப்பரில் சிலரை உன்னோட கூட்டிக் கொண்டு நீ நதியை அடித்த உன் கோலை உன் கையிலே பிடித்து கொண்டு ஜனங்களுக்கு முன்னே நடந்து போ. அங்கே ஓரேபிலே நான் உனக்கு முன்பாக கண்மலையின் மேல் நிற்பேன். நீ அந்த கண்மலையை அடி, அப்பொழுது ஜனங்கள் குடிக்க அதிலிருந்து தண்ணீர் புறப்படும் என்றார். அப்படியே மோசே இஸ்ரவேல் மூப்பரின் கண்களுக்கு முன்பாக செய்தான். നോക്കിക്കേ, പാറയിൽ നിന്ന് വെള്ളം. ഇസ്രായേൽ മക്കൾക്ക് പാറയിൽ നിന്ന് വെള്ളം. സംഖ്യാപുസ്തകം 11-ാം അധ്യായം 31-32 വാക്യം. സംഖ്യാപുസ്തകം, എണ്ണാഗമം, നമ്പേഴ്സ് ചാപ്റ്റർ 11, 31-32 വാക്യങ്ങൾ. அப்பொழுது கர்த்தரிடத்திலிருந்து புறப்பட்ட ஒரு காற்று സമുദ്രത്തിലിருந்து കാടകളെ അടിച്ചു കൊണ്ടുവന്ന് മതി. കാടയെ അടിച്ചു കൊണ്ടുവന്നു. കാടപ്പക്ഷിയെ കൊണ്ടുവന്നു. ഇറച്ചി കൊടുക്കുവാൻ കാടപ്പക്ഷിയെ കൊണ്ടുവന്നു. പുറപ്പാട് പുസ്തകം 17-8 മുതലുള്ള വാക്യങ്ങൾ. യാത്രാഗമം, എക്സോഡസ് ചാപ്റ്റർ 17 വേഴ്സസ് 8 onwards. அமலேக்கியர் வந்து ரெவிதீமிலே இஸ்ரவேலோட யுத்தம் பண்ணினார்கள். അടുത്ത. அப்பொழுது மோசே யோசுவாவை நோக்கி, நீ நமக்காக மனிதரை தெரிந்து கொண்டு புறப்பட்டு அமலேக்கோட யுத்தம் பண்ணு. நாளைக்கு நான் மலையுச்சியில் தேவனுடைய கோலை என் கையில் പിടിച്ചു കൊണ്ട് നിൽപ്പേൻ என்றார். ഓക്കെ, അമാലേക്യർ എന്ന ശത്രുക്കൾ ഇവരെ ആക്രമിക്കുവാൻ വന്നപ്പോൾ ദൈവം അമാലേക്യരെ തകർക്കുന്നു, നശിപ്പിക്കുന്നു. ദൈവം തൻ്റെ ജനത്തെ രക്ഷിക്കുന്നു. നോക്കിക്കേ, ഇനി 25-ാം അധ്യായം 8-ാം വാക്യം. அவர்கள் நடுவிலே நான் வாசம் பண்ண எனக்கு ஒரு பரிசுத்த ஸ்தலத்தை உண்டாக்குவார்களாக. സമാഗമന കൂടാരം, ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുവാൻ, ആരാധന നടത്തുവാൻ ദൈവികമായ കാര്യങ്ങളെ അവരുടെ ഇടയിൽ സ്ഥാപിക്കുന്നു. സംഖ്യാപുസ്തകം നമ്പേഴ്സ് 21:8-9. അത് വേണ്ട, ആവർത്തനം, ഡ്യൂട്രോണമി 29:5. ആവർത്തന പുസ്തകം 29:5. அந்த வஸ்திரங்களை எடுத்து ஆரோனுக்கு உள்சட்டையையும் ஏபோத்தின் கீழ் அங்கியையும் ஏபோத்தையும் மார்பதக்கத்தையும் தரித்து ஏபோத்தின் விசித்திரமான கச்சையையும் அவனுக்கு கட்டி. 8:4 വായിച്ചേ. 29:5 വായിച്ചേ. ഡ്യൂട്രോണമി 8:4 വായിച്ചേ. 8:4. ஓகே, அது மதி, வாய்ச்சோ. இந்த 40 வருஷமும் உன்மேல் இருந்த വസ്ത്രം പഴയதாக പോകവും ഇല്ല, ഉൻ കാൽ വീങ്ങവും ഇല്ല. ഓക്കെ, നോക്കിക്കേ, ഇവിടെ ദൈവത്തിൻ്റെ മിറക്കിൾസ് ആണ് മരുഭൂമിയിൽ കാണുന്നത്. എന്തൊക്കെ സംഭവിച്ചു? ദൈവം പകൽ മേഘസ്തംഭം കൊടുത്തു, രാത്രി അഗ്നിസ്തംഭം കൊടുത്തു, ഭക്ഷിപ്പാൻ മന്ന കൊടുത്തു, പാറയിൽ നിന്ന് വെള്ളം കൊടുത്തു. ഓക്കെ, കാടപ്പക്ഷിയെ കൊടുത്തു. സിസ്റ്റർ ആലപ്പുഴയിൽ നിന്നാണോ ഇപ്പോൾ വന്ന സിസ്റ്റർ? ആലപ്പുഴ. ഓക്കെ, ഫൈൻ. കാടപ്പക്ഷിയെ കൊടുത്തു. ദൈവം ശത്രുക്കളുടെ കയ്യിൽ നിന്നും
അവരെ സംരക്ഷിച്ചു. ഓക്കെ, അടുത്ത് സമാഗമന കൂടാരം, ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുവാൻ തക്കവണ്ണം സമാഗമന കൂടാരത്തെ ദൈവം അവർക്കായി കൊടുത്തു. അടുത്ത് അവർ ഇട്ടിരുന്ന വസ്ത്രം ചീത്തയായി പോയില്ല, അവർ ഇട്ടിരുന്ന ചെരുപ്പ് പഴകിപ്പോയില്ല. ഓക്കെ, നിങ്ങളിവിടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓക്കെ, ആലപ്പുഴയിൽ നിന്നും എറണാകുളത്തു നിന്നും പല ആളുകൾ വരും. നിങ്ങൾ എന്നെ നോക്കി വചനം കേട്ടുകൊണ്ടേ ഇരിക്കണം. ഓക്കെ, യാത്രയ്ക്ക് സുഖമായിരുന്നോ? ഓക്കെ, നോക്കിയേ, ദൈവത്തിൻ്റെ വചനം കേട്ട് ദൈവം അവരോട് പറഞ്ഞു ഇന്നിവിടെ വന്ന് ആരാധിക്കണമെന്ന്. ആ ദൈവശബ്ദം കേട്ട് ഇന്ന് കർത്താവിൻ്റെ പാദത്തെ ആലപ്പുഴയിൽ നിന്നും തേടി വന്നിരിക്കുകയാണ്. കരങ്ങളടിച്ച് ദൈവത്തിന് മഹത്വത്തെ കൊടുക്കാം. ഹല്ലേലൂയ. 5, 10, 20 കിലോമീറ്ററിനകത്തുള്ളവർക്ക് ചിലപ്പോൾ വരാൻ വേണ്ടിയിട്ട് ആലോചിക്കും. പക്ഷേ ദൈവം ദൂരദേശങ്ങളിൽ നിന്നും തൻ്റെ മക്കളെ വിളിച്ചു വേർതിരിക്കപ്പെട്ടവരെ അവർ കൊണ്ടുവരും. ജാതികൾ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് ഒഴുകി വരും. ദൈവത്തിൻ്റെ തേജസ്സുള്ള ദൈവത്തിൻ്റെ പർവ്വതത്തിലേക്ക് ജാതികൾ ഒഴുകി വരും. ഹല്ലേലൂയ. ഓക്കെ, നോക്കിക്കോളൂ. അപ്പോൾ ഈ മരുഭൂമിയിൽ അവരെ ദൈവം വിശേഷപ്പെട്ട നിലകളിൽ നടത്തുകയാണ്. ഓക്കെ, ആരാണ് ഇസ്രായേൽ? ആരാണ്? ദൈവത്തിൻ്റെ ജനം. ശ്രദ്ധിക്കണേ, വളരെ ഷോർട്ട് ടൈം കൊണ്ട് ഈ വചനം നമുക്ക് ധ്യാനിക്കണം. ഇസ്രായേൽ ആരാണ്? ദൈവത്തിൻ്റെ ജനം. അവർ എവിടെയായിരുന്നു? മിസ്രയീമിൽ ഫറവോന്റെ അടിമകളായിരുന്നു. ആത്മീക അർത്ഥത്തിൽ പിശാചിൻ്റെ അടിമത്തത്തിലായിരുന്നു. മോശ മുഖാന്തരം ദൈവം അവരെ വിടുവിച്ചു കൊണ്ടുവന്നു. ദൈവത്തിൻ്റെ വചനത്തെ ദൈവം അവർക്ക് കൊടുത്തു. ദൈവമായിട്ട് ഈ ജനത്തിനൊരു ഉടമ്പടി ചെയ്യിപ്പിച്ചു. ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കും, ഞാൻ പറയുന്നത് കേട്ട് നിങ്ങൾ എൻ്റെ വഴികളിൽ ജീവിക്കണം എന്ന് ദൈവം അവർക്കൊരു ഉടമ്പടിയെ കൊടുത്തു. ഉടമ്പടി ചെയ്ത ജനം, മോശയുടെ നേതൃത്വത്തിൽ ജീവിക്കുന്ന ജനം മരുഭൂമിയിലായിരിക്കുമ്പോൾ ദൈവം വിശേഷപ്പെട്ട അനുഭവങ്ങളെ കൊടുത്തു. അതാണ് നമ്മൾ ചിന്തിച്ചത്. എന്തൊക്കെ കൊടുത്തു? പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിസ്തംഭം, ഭക്ഷിപ്പാൻ മന്ന കാടപ്പക്ഷി, പാറയിൽ നിന്ന് വെള്ളം, ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുന്നു, അവരുടെ ചെരുപ്പ് പഴകിപ്പോകുന്നില്ല, വസ്ത്രം പഴകിപ്പോകുന്നില്ല. ഇങ്ങനെ മഹത്വകരമായ രീതിയിൽ ദൈവം അവരെ നടത്തി. ഹല്ലേലൂയ. മഹത്വകരമായ രീതിയിൽ ദൈവം അവരെ നടത്തി. എന്നിട്ടും ഈ ഇസ്രായേൽ ജനം ഏത് ക്വാളിറ്റിയിലാണ് ഇരിക്കുന്നത് നിങ്ങൾക്കറിയാമോ? യഥാർത്ഥത്തിൽ മിസ്രയീമിൽ നിന്നും ഈ കനാൻ ദേശത്തിലേക്ക് പോകുവാൻ 40 ദിവസം നടന്നാൽ മതി. ഇസ്രായേൽ മക്കൾ പക്ഷെ 40 വർഷം നടക്കേണ്ടി വന്നു. എന്തുകൊണ്ടാണെന്നറിയാമോ? അവർ ദുശാഠ്യമുള്ള ജനമായതുകൊണ്ട്, മുറുമുറുക്കുന്ന ജനമായതുകൊണ്ട്, അവർ നന്മകൾ പ്രാപിച്ചിട്ടും നന്ദിയില്ലാത്തവരായതുകൊണ്ട് അവർ മരുഭൂമിയിൽ അലഞ്ഞു തിരിയേണ്ടി വന്നു. ഹല്ലേലൂയ. ഇന്നും ദൈവത്തെ സ്തുതിച്ചിട്ടും ദൈവത്തെ ആരാധിച്ചിട്ടും അനേക നന്മകൾ ദൈവത്തിൽ നിന്നും പ്രാപിച്ചിട്ടും ഓക്കെ, അവർ മനസ്സിൽ മിസ്രയീമിൽ തന്നെയാണ്. മിസ്രയീമിൻ്റെ അനുഭവമാണ് മുറുമുറുപ്പ്, അഹങ്കാരം. പിശാചിൻ്റെ അടിമത്തത്തിലിരിക്കുമ്പോഴുള്ള അനുഭവമാണ് നന്ദിയില്ലായ്മ, മുറുമുറുപ്പ്, അഹങ്കാരം, അനുസരണക്കേട്, ദുശാഠ്യം. ഇതെല്ലാം മിസ്രയീമിൽ പിശാചിൻ്റെ അടിമത്തത്തിലിരിക്കുമ്പോഴുള്ള സ്വഭാവങ്ങളാണ്. ഇപ്പോൾ ഇസ്രായേൽ മക്കളെ പുറമേ നോക്കിയാൽ അവർ ഭക്തന്മാരാണ്. മോശ എന്ന പാസ്റ്റർ അവർക്കുണ്ട്. ഇസ്രായേൽ എന്നൊരു സഭ അവർക്ക് അവിടെ ഫോമായി. ആത്മീകമായ പല അനുഭവങ്ങളും അവർ അനുഭവിക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ മേഘസ്തംഭമുണ്ട്, അഗ്നിസ്തംഭമുണ്ട്, അതിശയങ്ങളുണ്ട്, അഭിഷേകമുണ്ട്, പലതരത്തിലുള്ള ദൈവിക അനുഭവങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ട്. പല നന്മകളും അവർ അനുഭവിക്കുന്നുണ്ട്. എങ്കിലും അവരുടെ ഉള്ളത്തിൽ പലപ്പോഴും നന്ദിയില്ലായ്മയും ദുശാഠ്യവും അനുസരണക്കേടും അവരുടെ ഉള്ളത്തിൽ നിന്ന് ഉയരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ വാഗ്ദത്തം ചെയ്യപ്പെട്ട മറ്റൊരു തേജസ്സുള്ളൊരു നാട്ടിലേക്കാണ് പോകുന്നതെങ്കിലും അത് എത്തിച്ചേരുവാൻ, കയ്യിൽ ലഭിക്കുവാൻ വൈകിപ്പോയി. ഞാൻ വീണ്ടും പറയട്ടെ, നമ്മുടെ യാത്ര തേജസ്സേറിയ ഒരു അനുഭവത്തിലേക്കാണ്. ഹല്ലേലൂയ. നമ്മുടെ പുറമേ നോക്കിയാൽ നമുക്ക് പാസ്റ്ററുണ്ട്, സഭയുണ്ട്, സ്നാനമെന്ന ഉടമ്പടി എടുത്തിട്ടുണ്ട്, ദൈവത്തോട് ഉടമ്പടി ചെയ്തിട്ടുണ്ട്, പുറമേ നോക്കിയാൽ ആരാധനയ്ക്ക് പോകുന്നുണ്ട്, പുറമേ നോക്കിയാൽ ഭക്തന്മാരാണ്, പുറമേ നോക്കിയാൽ ദൈവ മക്കളാണ്. ഞാൻ ആരെക്കുറിച്ചാണ് പറയുന്നത്? നമ്മളെക്കുറിച്ചാണ് പറയുന്നത്. പുറമേ നോക്കിയാൽ ഭക്തന്മാരാണ്, വേഷം കൊണ്ട് ഭക്തന്മാരാണ്,
വേഷം കൊണ്ട് മരുഭൂമിയിലൂടെ മോശ നയിക്കുന്ന ദൈവത്തിൻ്റെ ജനമാണ്. പക്ഷേ മനസ്സിൽ ഇപ്പോഴും മിസ്രൈമിലാണ്. മനസ്സിൽ ഇപ്പോഴും പിശാചിൻ്റെ അടിമത്തത്തിലാണ്. പുറമേ മോശയുടെ കീഴിലാണെങ്കിലും, കാണാൻ മോശയുടെ കീഴിലാണെങ്കിലും, കാണാൻ സഭയിലാണെങ്കിലും, കാണാൻ ഭക്തന്മാരാണെങ്കിലും, കാണാൻ കൂട്ടായ്മയിലാണെങ്കിലും, ഹൃദയത്തിൽ മനസ്സിൽ പിശാചിന് അവകാശമുള്ള, സാത്താൻ അവകാശമുള്ള ഫറവോനോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് ഇപ്പോഴും കിടപ്പുണ്ട്. അങ്ങനെ ഉള്ളത് കൊണ്ടിട്ടാണ് മേത്രമായൊരു കനാൻ, മുന്നിലുള്ളൊരു കനാൻ, മഹത്വമേറിയൊരു കനാൻ, തേജസ്സേറിയൊരു കനാൻ സ്വന്തമാക്കുവാൻ വൈകിപ്പോയത്. എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ. വലിയൊരു തേജസ് നമ്മുടെ മുന്നിൽ കർത്താവ് വെച്ചിട്ടുണ്ട്. റോമർ 8:18 നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. 19 വാക്യത്തിൽ സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ആകാശം ദൈവപുത്രന്റെ വാക്കുകളെ അനുസരിപ്പാൻ റെഡിയായിരിക്കുന്നു. മേഘങ്ങൾ ദൈവപുത്രന്റെ വാക്കുകളെ അനുസരിപ്പാൻ റെഡിയായിരിക്കുന്നു. വൃക്ഷലതാദികൾ ദൈവപുത്രന്മാരുടെ വാക്കിനെ അനുസരിക്കുവാൻ റെഡിയായിരിക്കുന്നു. വായുമണ്ഡലം ദൈവപുത്രന്മാരുടെ വാക്കുകളെ അനുസരിപ്പാൻ റെഡിയായിരിക്കുന്നു. അത്രയ്ക്കൊരു വലിയൊരു തേജസ്സിലേക്ക് നടത്തുവാനുള്ളൊരു ഒരു വഴി കർത്താവ് ദൈവമക്കൾക്കായി തുറന്നു വച്ചിരിക്കുന്നു. ആ തേജസ് നമ്മിൽ വെളിപ്പെടണം. ആമേൻ, ഹല്ലേലൂയ. അതിലേക്ക് കർത്താവ് നമ്മെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനാണ് ഒരു മോശയെ തന്നത്, അതിനാണ് ഒരു ആത്മീക നേതൃത്വത്തെ തന്നത്, അതിനാണ് ഒരു കൂട്ടായ്മയെ തന്നത്, അതിനാണ് ഈ ആലോചനകളെ തരുന്നത്, അതിനാണ് ഉടമ്പടി ചെയ്തത്, അതിനാണ് ഈ വചനങ്ങളെ തരുന്നത്, അതിനാണ് ദൈവം തരുന്ന എല്ലാ ശുശ്രൂഷകളും തേജസ്സിലേക്ക് നടത്തുവാൻ വേണ്ടിയിട്ടാണ്. തേജസ്സിൻ്റെ മേൽ തേജസ് പ്രാപിച്ച് വളർന്നു വരുവാൻ വേണ്ടിയിട്ടാണ്, ദൈവകൃപയിലേക്ക് വളർന്നു വരുവാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം കർത്താവ് തന്നിരിക്കുന്നത്. കനാനിലേക്ക് പോകുവാനാണ് മോശയെ കർത്താവ് തന്നത്. കനാനിലേക്ക് പോകുവാനാണ് മേഘസ്തംഭവും അഗ്നിസ്തംഭവും കർത്താവ് തന്നത്. കനാനിലേക്ക് പോകുവാനാണ് ശത്രുവിൻ്റെ കയ്യിൽ നിന്നും ഒരു പ്രൊട്ടക്ഷനെ കർത്താവ് തന്നത്. കനാനിലേക്ക് പോകുവാനാണ് ഒരു സമാഗമന കൂടാരത്തെ കർത്താവ് തന്നത്. കനാനിലേക്ക് പോകുവാനാണ് അനേക അടയാളങ്ങളെ കർത്താവ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. തേജസ്സേറിയ കനാനിലേക്ക് പോകുവാനാണ് ഈ നന്മകളെല്ലാം തന്ന് കർത്താവ് തൻ്റെ ജനത്തെ, സ്തുതിക്കുന്ന ദൈവജനത്തെ, ആരാധിക്കുന്ന ദൈവജനത്തെ നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. പുറമേ മോശയുടെ കീഴിലാണെങ്കിലും മനസ്സുകൊണ്ട് ഫറവോന്റെ കീഴിലാണ്. പുറമേ മേഘത്തിൻ്റെ കീഴിലാണെങ്കിലും മനസ്സുകൊണ്ട് ഫറവോന്റെ കീഴിലാണ്. പുറമേ അനേക നന്മകൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നുണ്ടെങ്കിലും മനസ്സുകൊണ്ട് ഫറവോന്റെ കീഴിലാണ്, പിശാചിന്റെ കീഴിലാണ്. ഇതാണ് ഇന്നത്തെ പല ദൈവ മക്കളുടെയും അവസ്ഥ. പുറമേ ഭക്തന്മാരാണ്, പുറമേ ആരാധിക്കുന്നു, പുറമേ ദൈവികമായ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ അകമേ ഫറവോന്റെ അടിമത്വത്തിലാണ്. ഫറവോന്റെ കാര്യങ്ങളിൽ അറ്റാച്ച്മെന്റ് ഉണ്ട്, ഫറവോന്റെ കാര്യങ്ങളിൽ ഇൻക്ലിനേഷൻ ഉണ്ട്, ഫറവോന്റെ കാര്യങ്ങളോട് ചായ്വുണ്ട്. ഇങ്ങനെ ഇരിക്കാൻ പാടില്ല. ഇങ്ങനെ ഇരുന്നാൽ കനാനിൽ പോകില്ല. ഇങ്ങനെ ഇരുന്നാൽ ആ വെളിപ്പെടേണ്ട തേജസ് വെളിപ്പെടില്ല. ഇങ്ങനെ ഇരുന്നാൽ ആ ലഭിക്കേണ്ടുന്ന കനാന്റെ നന്മ ലഭിക്കില്ല. മനസ്സും കൂടെ കനാനിലേക്ക് പോകട്ടെ. ഹല്ലേലൂയ. വിട്ടിട്ട് വന്ന ഫറവോന്റെ കീഴിൽ മനസ്സിനെ വെച്ചേക്കരുത്. പുറമേ മോശയുടെ കീഴിലാണെങ്കിലും മനസ്സിപ്പോഴും ലോകത്തിലാണെങ്കിൽ, മനസ്സിപ്പോഴും പാപത്തിലാണെങ്കിൽ, മനസ്സിപ്പോഴും പിശാചിന്റെ പ്രവൃത്തികളോട് ഉള്ള ചായ്വിലാണെങ്കിൽ, ലോകമോഹങ്ങൾക്ക് അടിമത്വത്തിലാണെങ്കിൽ കനാനെ സ്വന്തമാക്കാൻ പറ്റില്ല. കനാനെ സ്വന്തമാക്കണമോ? തേജസ്സിനെ സ്വന്തമാക്കണമോ? മേത്രമായ ആശീർവാദങ്ങളെ സ്വന്തമാക്കണമോ? മനസ്സിൽ നിന്ന് ഫറവോന്റെ കാര്യങ്ങൾ, ലോകത്തിന്റെ കാര്യങ്ങൾ, പിശാചിന്റെ കാര്യങ്ങൾ വിട്ടുകളയുവൻ. ഹല്ലേലൂയ. പുറമേ സഭയിൽ ആരാധിച്ചാലും, പുറമേ ദൈവത്തെ സ്തുതിച്ചാലും, മനസ്സിൽ ഫറവോൻ അധികാരമുള്ള കാര്യങ്ങളോട് ചായ്വിലിരുന്നാൽ, ഫറവോന്റെ കാര്യങ്ങളോട് ബന്ധത്തിലിരുന്നാൽ സിയോനെ എത്തിച്ചേരുവാൻ, കനാനിൽ എത്തിച്ചേരുവാൻ, തേജസ്സിനെ സ്വന്തമാക്കുവാൻ കഴിയുകയില്ല. ഇസ്രായേൽ മക്കളെ നോക്കുക. പുറപ്പാട് പുസ്തകം 14 അധ്യായം 10-12 വാക്യം. Exodus chapter 14 verse 10 and 12. பார்வோன் சமீபித்து வருகிற போது இஸ்ரவேல் புத்திரர் தங்கள் கண்களை ஏறெடுத்து பார்த்து எகிப்தியர் தங்களுக்கு பின்னே வருகிறதைக் கண்டு மிகவும் பயந்தார்கள். அப்பொழுது இஸ்ரவேல் புத்திரர் கர்த்தரை நோக்கி கூப்பிட்டார்கள்.
ഓക്കെ, എന്ത് സംഭവിച്ചു? ഇവർ എന്ത് ചെയ്തു? ഭയപ്പെട്ടു അല്ലേ? ഇസ്രായേൽ മക്കൾ എന്ത് ചെയ്തു? ഇവരുടെ കൂടെ ആരുണ്ട്? മോശയുണ്ട്, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളുണ്ട്, ദൈവത്തിൻ്റെ വചനമുണ്ട്. സാത്താൻ്റെ പിന്തുടർച്ച കണ്ട് ഭയപ്പെട്ടു. 16-ാം അധ്യായം 2-3 വാക്യം. 16-ന്റെ 2-3. அந்த வனாந்தரத்திலே இஸ்ரவேல் புத்திரராகிய சபையார் எல்லாரும் மோசேக்கும் ஆரோனுக்கும் விரோதமாக முறுமுறுத்து മതി. മോശയ്ക്കും അഹരോനും വിരോധമായി പിറുപിറുത്തു. ആര്? ഇസ്രായേൽ ജനം. ഇവർക്ക് എന്തുണ്ട്? മോശയുണ്ട്, പാസ്റ്ററുണ്ട്, കൂട്ടായ്മയുണ്ട്, വചനമുണ്ട്, ഉടമ്പടിയുണ്ട്, മേഘസ്തംഭമുണ്ട്, അഗ്നിസ്തംഭമുണ്ട്, മന്ന കിട്ടുന്നുണ്ട്. എല്ലാ നന്മകളും ദൈവത്തിൽ നിന്നും അനുഭവിക്കുന്നതിനിടയിലും എന്തുണ്ട്? വായിൽ നിന്ന് എന്ത് വരുന്നു? മുറുമുറുപ്പ്. അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറഞ്ഞേ, മുറുമുറുക്കരുത്. മുഖത്ത് നോക്കി പറഞ്ഞേ, മുറുമുറുക്കരുത്. ഓക്കെ. സ്തുതിക്കുന്ന ദൈവജനം മുറുമുറുക്കരുത്. ആരാധിക്കുന്ന ദൈവജനം മുറുമുറുക്കരുത്. ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുന്ന ദൈവത്തിൻ്റെ ജനം മുറുമുറുക്കരുത്. പ്രത്യേകിച്ചും നമ്മെ നടത്തുന്ന അഭിഷിക്തർക്ക് വിരോധമായി മുറുമുറുക്കരുത്. ഇസ്രായേൽ ജനം ആർക്ക് വിരോധമായി മുറുമുറുത്തു? മോശയ്ക്കും അഹരോനും വിരോധമായി മുറുമുറുത്തു. ദൈവജനമേ, നിങ്ങളെ സ്പെഷ്യലായി കർത്താവ് നടത്തുമ്പോൾ ഇപ്പോഴും മുറുമുറുപ്പിലും പിറുപിറുപ്പിലും ഇരിക്കുകയാണോ? കനാൻ അതിൻ്റെ ദൂരം കൂടും. കനാനെ സ്വന്തമാക്കാനുള്ള സമയം കൂടും. 40 ദിവസം കൊണ്ട് സ്വന്തമാക്കേണ്ടുന്ന കനാൻ, 40 ഷോർട്ട് പീരീഡ് കൊണ്ട് സ്വന്തമാക്കേണ്ടുന്ന കനാൻ, അത് ദൂരം കൂടും, അകലം കൂടും, ടൈമിംഗ് കൂടും. അതുകൊണ്ട് നന്മകൾ വേഗത്തിൽ സ്വന്തമാക്കുവാൻ തക്കവണ്ണം സ്വഭാവത്തിലൊരു വിശുദ്ധീകരണം ഉണ്ടാകട്ടെ, ഉള്ളത്തിലൊരു വിശുദ്ധീകരണം ഉണ്ടാകട്ടെ. മുറുമുറുക്കുന്ന ഇസ്രായേലിനെ പോലെയല്ല, നന്ദിയുള്ള ദൈവത്തിൻ്റെ ജനമായി നമുക്ക് രൂപാന്തരപ്പെടാം. നന്ദിയുള്ള ദൈവത്തിൻ്റെ ജനം തേജസ് വേഗത്തിൽ പ്രാപിക്കും. നന്ദിയുള്ള ദൈവത്തിൻ്റെ ജനം കനാന്റെ അനുഭവങ്ങൾ വേഗത്തിൽ സ്വന്തമാക്കും. സ്തുതിക്കുന്ന ദൈവത്തിൻ്റെ ജനം, നന്ദി പറയുന്ന ദൈവത്തിൻ്റെ ജനം, കർത്താവിനെ പുകഴ്ത്തുന്ന ദൈവത്തിൻ്റെ ജനം ദൈവത്തിൻ്റെ മഹത്വത്തെ വേഗത്തിൽ സ്വന്തമാക്കും. ഞാൻ ഇത്ര ഷോർട്ടായിട്ട് പറയാം. ആരാധിച്ചിട്ടും സ്തുതിച്ചിട്ടും വചനം കേട്ടിട്ടും ദൈവത്തിൻ്റെ കാര്യങ്ങൾ അനുസരിച്ചിട്ടും വായിൽ നിന്നും മുറുമുറുപ്പും പിറുപിറുപ്പും നെഗറ്റീവ് കാര്യങ്ങളും പറയുന്ന ദൈവത്തിൻ്റെ ജനത്തിന് നന്മകൾ കിട്ടാൻ വൈകും. ചില നന്മകൾ മാത്രം കിട്ടും. മരുഭൂമിയിൽ ഇസ്രായേൽ മക്കൾ കിട്ടിയതുപോലെ മന്നയും കാടപ്പക്ഷിയും മേഘസ്തംഭവും അഗ്നിസ്തംഭവും ഇങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾ ആരാധിക്കുന്ന നിമിത്തം ദൈവം നിങ്ങൾക്ക് തരും. പക്ഷേ ഇതിൽ അധികം മേത്രമായത് തരുവാൻ കർത്താവിന് ഇഷ്ടമുണ്ട്. ഒരു പരിധിക്കപ്പുറം നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. നിങ്ങളുടെ മുറുമുറുപ്പ് കാരണം, നിങ്ങളുടെ പിറുപിറുപ്പ് കാരണം, നിങ്ങളുടെ നന്ദിയില്ലായ്മ കാരണം ഒരു പരിധിക്കപ്പുറമുള്ള ദൈവിക മഹത്വങ്ങൾ സ്വന്തമാക്കാൻ കഴിയില്ല. നിങ്ങൾ വിചാരിച്ചേക്കും, പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ട് നന്മയില്ല, ആരാധിച്ചിട്ടും എന്തുകൊണ്ട് നന്മയില്ല? നന്മയുണ്ട്. ഉള്ള നന്മയെ കാണാനും പറ്റില്ല, ഉള്ളതിന് നന്ദി പറയുകയുമില്ല, തുടർന്ന് മേത്രമായുള്ളത് സ്വന്തമാക്കാനും പറ്റില്ല. ഇങ്ങനെ കണ്ണുകുരുടായി പോകും. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, ആരാധിക്കുന്ന മക്കളെ അനുഗ്രഹിക്കുന്ന ദൈവം, സ്തുതിക്കുന്ന മക്കളെ ഉയർത്തുന്ന ദൈവം, ദൈവത്തിൻ്റെ മഹത്വം താഴ്മയുള്ള മക്കളുടെ മേൽ വർദ്ധിക്കും. ആമേൻ. ഹൃദയശുദ്ധിയുള്ള മക്കളുടെ മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ വർദ്ധിക്കും. ദൈവത്തോട് ഉടമ്പടി ചെയ്ത മക്കളുടെ മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ വർദ്ധിക്കും. എന്നാൽ അതിൻ്റെ മധ്യത്തിലും മുറുമുറുപ്പുണ്ടോ? പിറുപിറുപ്പുണ്ടോ? ആരാധനയ്ക്ക് വിരോധമായി, ദൈവത്തിൻ്റെ അഭിഷിക്തർക്ക് വിരോധമായി, ദൈവിക കാര്യങ്ങൾക്ക് വിരോധമായി സിറ്റുവേഷനെ കണ്ട് മുറുമുറുക്കുകയും പിറുപിറുക്കുകയും ചെയ്യുകയാണോ? നന്മകൾ തടസ്സപ്പെടും. മേത്രമായത് പ്രാപിക്കുവാനുണ്ട്, പക്ഷേ അത് വൈകിപ്പോകും. നന്മകൾ വൈകിപ്പോകാതിരിക്കണമെങ്കിൽ മുറുമുറുക്കുന്ന വായ് ദൈവപൈതലേ നിനക്ക് വേണ്ട. പിറുപിറുക്കുന്ന നാവ് ദൈവപൈതലേ നിനക്ക് വേണ്ട. ഉടമ്പടിയെടുത്ത ദൈവപൈതലേ, ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുന്ന ദൈവപൈതലേ, വചനം അനുസരിക്കുന്ന ദൈവപൈതലേ, കൂട്ടായ്മ ആചരിക്കുന്ന ദൈവപൈതലേ, കർത്താവിൻ്റെ ഇസ്രായേലായി ജീവിക്കുന്ന ദൈവപൈതലേ, മുറുമുറുക്കുന്ന വായ് നിനക്ക് വേണ്ട, പിറുപിറുക്കുന്ന വായ് നിനക്ക് വേണ്ട. സ്തുതിക്കുന്ന നാവ് നിനക്ക് മതി, നന്ദി പറയുന്ന നാവ് നിനക്ക് മതി, ആരാധിക്കുന്ന നാവ് നിനക്ക് മതി, വാഗ്ദത്തത്തിൻ്റെ വചനങ്ങൾ പറയുന്ന നാവ് നിനക്ക് മതി, വിശ്വാസത്തിൻ്റെ വാക്കുകൾ നിന്റെ നാവിൽ നിന്ന് വന്നാൽ മതി. അവൻ നിന്റെ വായിൽ നിന്ന് മഹത്വമുള്ള വാക്കുകൾ വന്നാൽ മതി. അവൻ നെഗറ്റീവായിട്ടുള്ളത് നിന്റെ വായിൽ നിന്ന് വരരുത്. നെഗറ്റീവായുള്ളത് നിന്റെ വായിൽ നിന്ന് വരരുത്. കുറ്റം പറച്ചിൽ നിന്റെ വായിൽ നിന്ന് വരരുത്. പരിഹാസം നിന്റെ വായിൽ നിന്ന് വരരുത്. മുറുമുറുപ്പും പിറുപിറുപ്പും നിന്റെ വായിൽ നിന്ന് വരരുത്. പരിഹസിക്കുന്ന, തരം താഴ്ത്തുന്ന, പുച്ഛിക്കുന്ന, നിന്ദിക്കുന്ന വാക്കുകൾ അതാരെയും ആയിക്കൊള്ളട്ടെ, അങ്ങനെയുള്ള വാക്കുകൾ നിന്റെ വായിൽ നിന്ന് വരരുത്. കനാൻ നിനക്ക് അകലമാകും. തേജസ് നിനക്ക് അകലമാകും. ദൈവത്തിൻ്റെ നന്മകൾ, വാഗ്ദത്തങ്ങൾ നിനക്ക് അകലമാകും. ഇസ്രായേൽ മക്കൾ ദൂതുകളുണ്ട്, പ്രവചനങ്ങളുണ്ട്, എങ്കിലും അവരത് സ്വന്തമാക്കിയില്ല. ദൈവം അവരോട് പറഞ്ഞു, പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാമെന്ന്.
പക്ഷേ ആ പാലും തേനും ഒഴുകുന്ന കനാൻ ആ കേട്ടവരൊന്നും സ്വന്തമാക്കിയില്ല. കാരണം എന്താണെന്നറിയാമോ? ദൈവം പറയുന്നു, ഇവർ ദുശാഠ്യമുള്ള ജനമാണ്, ഇവർ മുറുമുറുക്കുന്നവരാണ്, പിറുപിറുക്കുന്നവരാണ്, ആശ്രയിക്കുന്നവരല്ല, താഴ്മയുള്ളവരല്ല, കാത്തിരിക്കുന്നവരല്ല, അമ്മൻ സഹിഷ്ണുതയോടെ വിശ്വസിച്ചിരിക്കുന്നവരല്ല, ഇവർ മുറുമുറുക്കുന്നവരാണ്, പിറുപിറുക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ ഒരു പരിധി കഴിഞ്ഞ നന്മകളൊന്നും ഇവർക്ക് സ്വന്തമാക്കുവാൻ കഴിഞ്ഞില്ല. മനസ്സിലായോ? ഒരു പരിധിയിലപ്പുറം നിങ്ങൾക്ക് വളരാൻ കഴിയില്ല മുറുമുറുക്കുന്ന സ്വഭാവമുണ്ടെങ്കിൽ. ഒരു പരിധിയിലപ്പുറം നന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ വരില്ല മുറുമുറുക്കുകയും പിറുപിറുക്കുകയും ചെയ്യുന്ന സ്വഭാവമുണ്ടെങ്കിൽ. നന്ദിയില്ലായ്മ നിന്റെ വായിൽ നിന്ന് പുറപ്പെട്ടാൽ, നന്ദിയില്ലായ്മ നിന്റെ ഹൃദയത്തിൽ ഉരുവായാൽ, മനസ്സിലാക്കുക, ഒരു പരിധി കഴിഞ്ഞ നന്മ നിനക്ക് വരില്ല. ലോകത്തിനില്ലാത്ത നന്മകൾ നിനക്കുണ്ടാകും, പല സാക്ഷ്യങ്ങൾ, അനുഭവങ്ങൾ നിനക്ക് പറയുവാനുണ്ടാകും. പക്ഷേ ദൈവം അതല്ല നിനക്ക് വെച്ചിരിക്കുന്നത്. അതിലും ഉയർന്നത്, അതിലും മേത്രമായത്, അതിലും മഹത്വമുള്ളത്, അതിലും തേജസ്സുള്ളത് നിനക്ക് തരുവാൻ ദൈവം കരുതി വെച്ചിട്ടുണ്ട്. ഇന്ന് അനുഭവിക്കുന്നത് പോലെ അല്ല, ഇതിലധികം മഹത്വമുള്ളത് നിനക്ക് തരുവാൻ കർത്താവ് കരുതി വെച്ചിട്ടുണ്ട്. പക്ഷേ മുറുമുറുപ്പ് അതിന് തടസ്സമാണ്, പിറുപിറുപ്പ് അതിന് തടസ്സമാണ്, നന്ദിയില്ലായ്മ അതിന് തടസ്സമാണ്. ആമേൻ, ഹല്ലേലൂയ. മറ്റുള്ളവരെ തരം താഴ്ത്തുന്നത്, നിന്ദിക്കുന്നത്, പരിഹസിക്കുന്നത്, പുച്ഛിക്കുന്നത് അതിന് തടസ്സമാണ്. ആരാധിക്കുന്ന ദൈവവേദന്റെ വായിൽ നിന്ന് മഹത്വമുള്ളത് മാത്രം പുറത്തു വരട്ടെ. നന്മകൾ സ്വന്തമാക്കണമോ? കനാന്റെ അനുഗ്രഹം നിന്റെ മേൽ വരണമോ? മരുഭൂമിയിൽ കിട്ടുന്ന മേഘസ്തംഭവും മന്നയും മാത്രം പോരാ, പാലും തേനും ഒഴുകുന്ന കനാന്റെ ബ്ലെസ്സിങ് നിന്റെ മേൽ വരണമോ? മുറുമുറുക്കുന്ന സ്വഭാവം വേണ്ട, അഹങ്കാരമുള്ള സ്വഭാവം വേണ്ട, ദുശാഠ്യമുള്ള സ്വഭാവം വേണ്ട. സ്വഭാവത്തെ ശുദ്ധീകരിച്ചാൽ നന്മകൾ വേഗത്തിലാകും. സ്വഭാവത്തെ നന്നാക്കിയാൽ നന്മകൾ വേഗത്തിലാകും. മുറുമുറുപ്പും പിറുപിറുപ്പും മാറ്റിയാൽ നന്മകൾ വേഗത്തിലാകും. ഹല്ലേലൂയ. നിങ്ങളിൽ ആർക്കെങ്കിലും മുറുമുറുക്കുന്ന സ്വഭാവമുണ്ടെങ്കിൽ നിങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അതിനെ ജയിക്കണം. അങ്ങനെയുള്ള നിങ്ങൾ ഉപവസിക്കണം. ഉപവസിക്കുന്നവരടുത്ത് പറയും, ഞാൻ ഉപവസിക്കാൻ പോകുന്നു, ഇന്ന വിഷയത്തിനായി ഉപവസിക്കുന്നു, വിഷയം ഞാൻ സെലക്ട് ചെയ്ത് തരാം, എന്ത് വിഷയത്തിന് ഉപവസിക്കണമെന്ന്. എന്തിനാണ് ഉപവസിക്കേണ്ടത്? കൺട്രോൾ ഇല്ലാത്ത കോപം നിനക്കുണ്ടോ? നീ ഉപവസിച്ച് രൂപാന്തരം പ്രാപിക്കണം. കൺട്രോൾ ഇല്ലാത്ത ടെൻഷൻ നിനക്കുണ്ടോ? നിന്റെ ജീവിതത്തിൽ ടെൻഷനോടുകൂടെ നീ പെരുമാറുകയാണോ? ടെൻഷനോടുകൂടെ ജീവിക്കുകയാണോ? നീ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ജയമെടുക്കണം. ആമേൻ. ജഡത്തിന്റെ പ്രവൃത്തികളിൽ പലതിലും നീ അടിമപ്പെട്ടിരിക്കുകയാണോ? നീ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ജയമെടുക്കണം. സ്വഭാവത്തിൽ വിശുദ്ധീകരണം ഉണ്ടാകാതെ കനാന്റെ നന്മ, പാലും തേനും ഒഴുകുന്ന കനാന്റെ ആശീർവാദങ്ങൾ, വിശാലമായ കനാന്റെ അനുഗ്രഹങ്ങൾ, വളരുന്ന കനാന്റെ അനുഭവങ്ങൾ, മഹത്വം നിറഞ്ഞ കനാന്റെ അനുഭവങ്ങൾ നീ സ്വന്തമാക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനപ്രകാരം സ്വഭാവങ്ങൾ നന്നാവട്ടെ, ഹൃദയം നന്നാകട്ടെ, എങ്കിൽ മഹത്വകരമായ ദൈവത്തിൻ്റെ ആശീർവാദങ്ങൾ സ്വന്തമാകും. അപ്പോഴപ്പോഴും കിട്ടിയ രോഗസൗഖ്യവും ഭൂതശാന്തിയും ദർശനങ്ങളും വെളിപ്പാടുകളും ദൂതുകളും ഇതിൽ മാത്രം തൃപ്തിപ്പെട്ടിരിക്കരുത്. അത് മരുഭൂമിയിൽ കിട്ടുന്ന മേഘസ്തംഭം പോലെയും, മരുഭൂമിയിൽ കിട്ടുന്ന അഗ്നിസ്തംഭം പോലെയും, മരുഭൂമിയിൽ കിട്ടുന്ന മന്ന പോലെയും, മരുഭൂമിയിൽ കിട്ടുന്ന കാടപ്പക്ഷിയം പോലെയുമാണ്. അത് കനാന്റെ നന്മയല്ല. കനാന്റെ നന്മ അത് ഒഴുകുന്ന നന്മയാണ്. പാലും തേനും എന്തു ചെയ്യുന്നു? കനാനിൽ ഒഴുകുന്നു. പാലും തേനും അത് ഒഴുകാൻ തണക്കിനുള്ള ക്വാണ്ടിറ്റിക്ക് കിട്ടുന്ന സാധനമല്ല. പക്ഷെ കനാനിൽ പാലും തേനും ഒഴുകും. കനാനിൽ മേത്രമായ ബ്ലെസ്സിങ്സ് ഒഴുകും. തേജസ്സിൻ്റെ മേൽ തേജസ്സുള്ള അനുഭവത്തിലേക്ക്, ദൈവത്തിലേക്ക് നീ കയറി വരുമ്പോൾ അവിടെ ബ്ലെസ്സിങ്സ് നിന്റെ മേൽ ഒഴുകി വരും. നന്മയും കരുണയും നിന്നെ തേടി വരും. ആശീർവാദങ്ങൾ നിന്നെ തേടി വരും. അനുഗ്രഹങ്ങൾ നിന്നെ തേടി വരും. മേഘസ്തംഭം, അഗ്നിസ്തംഭം ഉള്ളത് നല്ലത് തന്നെ. അതിൽ തൃപ്തിപ്പെട്ട് എല്ലാ കാലവും അവിടെ ഇരിക്കേണ്ട. ഇതിലും മേത്രമായത് വെച്ചിട്ടുണ്ട്, ഇതിലും മേന്മയേറിയത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കയറി വരാം. അടുത്ത് പറഞ്ഞേ, മരുഭൂമിയിലെ അഗ്നിസ്തംഭവും മേഘസ്തംഭവും മാത്രം പോരാ, കനാനിലെ പാലും തേനും ഒഴുകുന്ന നന്മ എനിക്ക് വേണം. ആമേൻ, ആമേൻ. എത്ര പേർക്ക് മനസ്സിലായി? ശരി, പറഞ്ഞേ. ഇനി പറഞ്ഞേ, നിങ്ങൾ മിസ്രയീമിലാണോ, മരുഭൂമിയിലാണോ, കനാനിലാണോ? ഇപ്പോഴും കനാലിലിരിക്കുന്നവരുണ്ടോ? കനാനിൽ ആരൊക്കെ ഉണ്ട്? കൈ ഉയർത്തിക്കേ. ശരി, ഇനി നിങ്ങളാരും ബ്ലെസ്സിങ്ങിനെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വരരുത്. കാരണം നിങ്ങൾ ആൾറെഡി ബ്ലെസ്സഡ് ആണ്. ഓക്കെ?
മരുഭൂമിയിലിരിക്കുന്നവരാരൊക്കെ ഉണ്ട്? കൈ ഉയർത്തിക്കേ. ചിലർക്ക് മനസ്സിലാവുന്നുണ്ട് മരുഭൂമിയിലാണെന്ന്. അതൊരു വിടുതലാണ്. മരുഭൂമിയിലിരുന്നാൽ പോരാ, കനാനിൽ കയറി പോകണമെന്നുള്ളൊരു ബോധമുണ്ടാകട്ടെ. ഹല്ലേലൂയ. ഞാൻ പറയാം, സ്പിരിറ്റിൽ ഞാൻ പറയാം, ഇവിടെ ഇരിക്കുന്ന മാക്സിമം ആളുകളും മരുഭൂമിയിലാണ്. കനാനിൽ കയറി പോയിട്ടില്ല. കനാൻ ഇതല്ല. കനാൻ വെളിപ്പെടുവാനുള്ള തേജസ്സാണ്. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ അത് മഹത്വമേറിയതാണ്. അത് തേജസ്സിന്റെ മേൽ തേജസ്സാണ്. അത് അഭിഷേകത്തിന്റെ മേൽ അഭിഷേകമാണ്. മുറുമുറുക്കുന്നവർ ഒരിക്കലും കനാനിലല്ല. പിറുപിറുക്കുന്നവർ ഒരിക്കലും കനാനിലല്ല, എത്തുകയുമില്ല. നന്ദിയില്ലാത്തവർ ഒരിക്കലും കനാനിലല്ല. നിങ്ങൾ മരുഭൂമിയിലാണ്. അവിടെ കിടന്ന് ചത്തുപോവുകയുള്ളൂ. ആ സ്വഭാവം മാറ്റിയില്ല എങ്കിൽ കനാനിൽ വരില്ല. ഇസ്രായേൽ ജനം മുറുമുറുത്തു, പിറുപിറുത്തു. അവർ കനാനിൽ പോയോ മരുഭൂമിയിൽ ചത്തുപോയോ? അറിയില്ലേ വചനം? മരുഭൂമിയിൽ ചത്തുപോയി. എന്താ കാര്യം? മുറുമുറുപ്പ്, പിറുപിറുപ്പ്, കുറ്റം പറച്ചിൽ, തൃപ്തിയില്ല, നന്ദിയില്ല, താഴ്മയില്ല, ദൈവപുരുഷനെ ബഹുമാനമില്ല, ദൈവിക കാര്യങ്ങളോട് വിനയമില്ല. അതുകൊണ്ട് മരുഭൂമിയിൽ ചത്തുപോയി. മന്ന കിട്ടിയത് ശരി തന്നെ, മേഘസ്തംഭവും അഗ്നിസ്തംഭവും കിട്ടിയത് ശരി തന്നെ, അനേക മഹത്വങ്ങൾ സ്വന്തമാക്കിയത് ശരി തന്നെ, ദൈവത്തെ ആരാധിച്ചത് യാഗം കഴിച്ചതും എല്ലാം ശരി തന്നെ. പക്ഷേ അവർ മരുഭൂമിയിൽ മരിച്ചുപോയി. കനാനിൻ്റെ അനുഭവത്തിലേക്ക് കയറി പോകുവാൻ അവർക്ക് പറ്റിയില്ല. നാം മരുഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ മനസ്സുകൊണ്ട് കനാന്റെ ഒരു മനസ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. മരുഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ കനാന്റെ അനുഭവത്തിലേക്ക് കയറുവാൻ ഒരു പ്രിപ്പറേഷൻ നമ്മുടെ മനസ്സിൽ നടക്കട്ടെ. വിശ്വാസികളായിരിക്കുമ്പോഴും മിസ്രയീമിൻ്റെ മനസ്സുള്ളവരായിട്ടല്ല. വിശ്വാസികളായിരിക്കുമ്പോഴും ലോകത്തിൻ്റെ മനസ്സുള്ളവരായിട്ടല്ല. വിശ്വാസികളായിരിക്കുമ്പോഴും ഒരു ദൈവപുത്രന്റെ മനസ്സുള്ളവരായി നമുക്ക് മാറാം. ലോകത്തിന് നമ്മുടെ മേൽ കാര്യമില്ല, പിശാചിന് നമ്മുടെ മേൽ കാര്യമില്ല, ജഡത്തിന്റെ പ്രവൃത്തികൾക്ക് നമ്മുടെ മേൽ കാര്യമില്ല. സ്തുതിക്കുന്ന ദൈവത്തിന്റെ ജനം കനാനുള്ളവരാണ്, ഏദൻ തോട്ടത്തിനുള്ളവരാണ്, ദൈവരാജ്യത്തിനുള്ളവരാണ്, ദൈവത്തിന്റെ മഹത്വത്തിനുള്ളവരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓക്കെ, നോക്കിക്കേ. സംഖ്യാപുസ്തകം നമ്പേഴ്സ് 16-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യത്തിൽ, 14-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യത്തിൽ ഇസ്രായേൽ മക്കളെ കുറിച്ച്, ഓക്കെ, ഞാനത് വായിച്ചു പറയാം. അതൊക്കെ നിങ്ങൾ പറഞ്ഞു. അപ്പോൾ സഭയൊക്കെ നിലവിളിച്ചു, ജനം ആ രാത്രി മുഴുവനും കരഞ്ഞു. അടുത്ത വാക്യം, ഇസ്രായേൽ മക്കൾ എല്ലാവരും മോശയ്ക്കും അഹരോനും വിരോധമായി പിറുപിറുത്തു. ഇസ്രായേൽ മക്കൾ എല്ലാവരും എന്ത് ചെയ്തു? മോശയ്ക്കും അഹരോനും വിരോധമായി പിറുപിറുത്തു. മോശ പാവം, മോശ ഇവരെ സഹിച്ച് കൊണ്ടു നടക്കുകയാണ്. ഞാനാണെങ്കിൽ അവിടെ ഇട്ടിട്ട് ഞാൻ അടുത്ത സ്ഥലം നോക്കി പോകുമായിരുന്നു. ഓക്കെ, ഇസ്രായേൽ മക്കൾ സഭ മുഴുവനും എന്ത് ചെയ്തു? മോശയ്ക്കും അഹരോനും വിരോധമായി പിറുപിറുത്തു. മോശയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിറുപിറുത്താലും ശരി, മുറുമുറുത്താലും ശരി, ഇവരെങ്ങനെയെങ്കിലും കനാനിലെത്തിക്കണം, ഇവരെങ്ങനെയെങ്കിലും ദൈവമഹത്വത്തിലേക്ക് എത്തിക്കണം, ഇവരെങ്ങനെയെങ്കിലും ദൈവ തേജസ്സിലേക്ക് കൊണ്ടുവരണം, ഇവരെങ്ങനെയെങ്കിലും ഏതെൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരണം. അതിനായിട്ടുള്ളൊരു ശുശ്രൂഷകനാണ് മോശ. പക്ഷെ ജനത്തിൻ്റെ സ്വഭാവം എന്താണ്? മുറുമുറുക്കുന്ന ജനം, പിറുപിറുക്കുന്ന ജനം. മേഘസ്തംഭമുണ്ട്, അഗ്നിസ്തംഭമുണ്ട്, അഭിഷേകമുണ്ട്, തീയുണ്ട്, ദർശനമുണ്ട്, വെളിപ്പാടുണ്ട്, പ്രവചനമുണ്ട്, ദൂതുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്, പലതുമുണ്ട്, കൃപകൾ, കൃപാവരങ്ങളുണ്ട്. പക്ഷേ മുറുമുറുക്കുന്നവർ, സ്വഭാവം നന്നായിട്ടില്ല, മനസ്സ് നന്നായിട്ടില്ല. ഇനിയും രൂപാന്തരങ്ങൾ സംഭവിക്കുവാനുണ്ട്. ഈ മാറ്റങ്ങൾ നമ്മിൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. അടുത്തതായി സംഖ്യാപുസ്തകം 11-4 മുതൽ 6 വരെ നോക്കിയാൽ അവർ ആഹാരത്തിനെതിരെ കംപ്ലൈൻറ്റ് പറയുകയാണ്. കിട്ടിയ നന്മയ്ക്ക് നന്ദി പറയുവാനുള്ള മനസ്സില്ല, ആഹാരത്തിനെതിരെ കംപ്ലൈൻറ്റ് പറയുകയാണ്. നോക്കിക്കേ, ഇസ്രായേൽ മക്കളും വീണ്ടും കരഞ്ഞും കൊണ്ട്, ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആര് തരും? അവർക്കിപ്പോൾ എന്ത് കിട്ടുന്നുണ്ട്? തിന്മാൻ മന്ന കിട്ടുന്നുണ്ട്. മന്നയും തിന്ന് പറയുന്നത് എന്താണ്? ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആർ തരും? അടുത്ത് ഇനി പറയുന്നത് കേട്ടോളൂ. 5-ാം വാക്യത്തിൽ, ഞങ്ങൾ മിസ്രയീമിൽ വെച്ച്, എവിടെ വെച്ച്? ഇപ്പോഴും മനസ്സ് എവിടെ കിടക്കുന്നു? മിസ്രയീമിലാണ്. മിസ്രയീമിലുള്ള വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുവന്നുള്ളി, ചിറ്റുള്ളി എന്നിവ ഞങ്ങൾ ഓർക്കുന്നു.
നോക്കിക്കേ, മോശയുടെ നേതൃത്വത്തിൽ പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിസ്തംഭം, മന്ന കിട്ടുന്നുണ്ട്. ഇതൊക്കെ കിട്ടിയിട്ടും അതിന് സ്തോത്രം പറയുവാൻ അവർക്ക് കഴിഞ്ഞില്ല, അതിന് സ്തുതിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല, അതിന് നന്ദി പറയുവാൻ അവർക്ക് കഴിഞ്ഞില്ല. ഈ ജനം രൂപാന്തരപ്പെട്ടിട്ടില്ല, ഈ ജനം സമർപ്പിക്കപ്പെട്ടിട്ടില്ല, ഈ ജനം വിശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ല. ഇതെല്ലാം അനുഭവിച്ചുകൊണ്ടും അവരുടെ മുറുമുറുപ്പ് നോക്കൂ. ഞങ്ങൾക്ക് ഇറച്ചി ആര് തരും? ആര് കൊടുക്കും അവർക്ക് ഇറച്ചി? ഇറച്ചി ആര് കൊടുക്കും? ദൈവം കൊടുക്കും. അതിനെന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഒരു കാര്യമില്ല എന്ന് പറഞ്ഞ് അയ്യോ അതില്ല ഇതില്ല എന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കുന്ന മിസ്രയീമിൻ്റെ സ്വഭാവമല്ല ഇസ്രായേലിൽ ഉണ്ടാകേണ്ടത്. അതില്ല എങ്കിൽ, അത് വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തന്നെത്താൻ താഴ്ത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ കർത്താവ് അത് തരും. സ്തുതിയോടുകൂടെ ആ കാര്യം ദൈവത്തോട് പറഞ്ഞാൽ കർത്താവ് അത് തരും. എന്തെല്ലാം ഉണ്ടെങ്കിലും എപ്പോഴും മുറുമുറുക്കുന്ന സ്വഭാവമാണോ? അത് മിസ്രയീമിൻ്റെ സ്വഭാവമാണ്. അത് പിശാചിൻ്റെ അടിമത്തത്തിലിരിക്കുന്നവരുടെ സ്വഭാവമാണ്. എത്ര നന്മ കിട്ടിയാലും തൃപ്തിയില്ലാത്ത സ്വഭാവമാണോ? എത്ര നന്മ കിട്ടിയാലും അതിൽ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വഭാവമാണോ? അത് മിസ്രയീമിൻ്റെ മനസ്സാണ്. അത് ഇസ്രായേലിൻ്റെ മനസ്സല്ല, അത് മിസ്രയീമിൻ്റെ മനസ്സാണ്. നിങ്ങളെ തന്നെ ശോധന ചെയ്യുവേൻ. ഉള്ളതിൽ നന്ദി പറയുവാൻ, ഉള്ളതിന് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ ഉള്ള നല്ല ഹൃദയം ഉണ്ടാകണം, ഉള്ള നല്ല മനസ്സുണ്ടാകണം, ഉള്ളതിൽ നന്ദി പറയണം. എത്രയോ നന്മകൾ പിതാവു നൽകിലു, തൃപ്തരായിടുന്നതില്ല എന്നു നെഞ്ചനം. എത്രയോ നന്മകൾ പിതാവു നൽകിലു, തൃപ്തരായിടുന്നതില്ല എന്നു നെഞ്ചനം. വീഴ്ച താഴ്ചകൾ മറന്നു സ്നേഹിച്ചിടുവാൻ നിത്യ സത്യ സൽഗുരു തുണൈ നമ്പവാനം. വീഴ്ച താഴ്ചകൾ മറന്നു സ്നേഹിച്ചിടുവാൻ നിത്യ സത്യ സൽഗുരു തുണയ്ക്കണം. നോക്കിക്കേ, എന്തില്ല എന്നല്ല പറയേണ്ടത്, എന്തുണ്ട് എന്നാണ് പറയേണ്ടത്. ചിലതെല്ലാം കർത്താവ് തൻ്റെ മക്കൾക്ക് തന്നിട്ടുണ്ട്. ഉള്ളതിന് നന്ദി പറയുവൻ, ഇല്ലാത്തത് കർത്താവ് തരും. ഉള്ളതിന് നന്ദി പറഞ്ഞാൽ ഉള്ളതിനെ കർത്താവ് അനുഗ്രഹിച്ചു തരും, ഉള്ളതിനെ കർത്താവ് വർദ്ധിപ്പിച്ചു തരും, ഉള്ളതിനെ കർത്താവ് വിശാലമാക്കി തരും. ഉള്ളതിന് ദൈവത്തിന് സ്തോത്രം ചെയ്താൽ, ഉള്ളതിന് നന്ദി പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആശീർവാദം നിന്റെ മേൽ വരും. എന്തെല്ലാം കിട്ടിയിട്ടും തൃപ്തിയില്ല, മുറുമുറുപ്പാണ്, സന്തോഷമില്ല, അതിലൊരു തൃപ്തിയില്ല എങ്കിൽ ഉള്ളതുപോലും അനുഗ്രഹിക്കപ്പെടില്ല. ഉള്ള അനുഗ്രഹങ്ങൾ പോലും പോകും, പുതിയ നന്മകൾ വരികയുമില്ല. ദൈവത്താൽ നന്മകൾ വരണമോ? മുറുമുറുക്കുന്നവർക്ക് ദൈവത്താലുള്ള നന്മ വരില്ല, പിറുമുറുക്കുന്നവർക്ക് ദൈവത്താലുള്ള നന്മ വരില്ല. ഇസ്രായേൽ ജനം മുറുമുറുക്കുന്നു. അവരുടെ മനസ്സ് മിസ്രയീമിലാണ്. മിസ്രയീമിൽ ഞങ്ങൾ തന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുവന്നുള്ളി, ചുറ്റുള്ളി, അങ്ങനെയുള്ള പല പല സാധനങ്ങളെയും ഓർത്തോർത്ത് അവരുടെ മനസ്സ് മുഴുവനും ചുറ്റുള്ളി, ഉള്ളി, അങ്ങനെയുള്ള സാധനങ്ങളിൽ തന്നെ അവരുടെ മനസ്സിരിക്കുകയാണ്. ഇവരുടെ മനസ്സിരിക്കേണ്ടത് ഏതിലാണെന്നറിയാമോ? ഇവരുടെ മനസ്സിരിക്കേണ്ടത് മേഘസ്തംഭം, അഗ്നിസ്തംഭം, മന്ന, സമാഗമന കൂടാരം, ദൈവം കൊടുത്തിട്ടുള്ള കാര്യാദികളിൽ ഇവരുടെ മനസ്സിരിക്കണമായിരുന്നു. മോശ മുഖാന്തരം ദൈവം നടത്തുന്ന കാര്യാദികളിൽ ഇവരുടെ മനസ്സിരിക്കണമായിരുന്നു. സീനായി പർവ്വതത്തിൽ ചെയ്ത ഉടമ്പടിയിൽ അവരുടെ മനസ്സിരിക്കണമായിരുന്നു. അവരുടെ മനസ്സ് ഇതിലൊന്നിലും നിൽക്കുന്നില്ല. ഇവരുടെ മനസ്സ് പോകുന്നത് മിസ്രയീമിലെ ചുവന്നുള്ളി, ചുറ്റുള്ളി, വെള്ളരിക്ക, മത്തങ്ങ തുടങ്ങിയ സാധനങ്ങളിലേക്കാണ് ഇവരുടെ മനസ്സ് പോകുന്നത്. വേർ ഈസ് യുവർ മൈൻഡ്? നിന്റെ മനസ്സ് എവിടെയാണ്? നിന്റെ സമ്പത്തുള്ളിടത്ത് നിന്റെ മനസ്സിരിക്കുമെന്ന് വചനം പറയുന്നു. നിന്റെ സമ്പത്ത് സ്വർഗത്തിലാണെങ്കിൽ ദൈവത്തിൽ നിന്റെ മനസ്സ് ഉറപ്പായിരിക്കും. ഇല്ല, നീ ലൗകികനാണെങ്കിൽ, ജഡികനാണെങ്കിൽ നിന്റെ പണത്തിൻ്റെ മേലും, നിന്റെ സമ്പത്തിൻ്റെ മേലും, നിന്റെ വിദ്യാഭ്യാസത്തിൻ്റെ മേലും, നിന്റെ പാരമ്പര്യത്തിൻ്റെ മേലും, നിന്റെ കഴിവുകളുടെ മേലും നിന്റെ മനസ്സിരിക്കും. നിന്റെ മനസ്സ് ഈ ലോകത്തിലുള്ള കാര്യങ്ങളുടെ മേൽ ഇരിക്കരുത്. നിന്റെ മനസ്സ് വചനത്തിൻ്റെ മേലിരിക്കട്ടെ. നിന്റെ മനസ്സ് യേശുവിൻ്റെ രക്തത്തിൻ്റെ മേലിരിക്കട്ടെ. നിന്റെ മനസ്സ് പരിശുദ്ധാത്മാവിൻ്റെ മേലിരിക്കട്ടെ. നിന്റെ മനസ്സ് കർത്താവിൻ്റെ വഴികളിൽ ഇരിക്കട്ടെ. നിന്റെ മനസ്സ് തേജസ്സിൻ്റെ മേലിരിക്കട്ടെ. നിന്റെ മനസ്സ് ദൈവപുത്രന്റെ മേലിരിക്കട്ടെ. നിന്റെ മനസ്സ് ദൈവരാജ്യത്തിൽ ഇരിക്കട്ടെ. നിന്റെ മനസ്സ് ലോകത്തിലുള്ള കാര്യങ്ങളിൽ ഇരിക്കരുത്. നിന്റെ മനസ്സ് ഉയരത്തിലുള്ള കാര്യങ്ങളിൽ കയറി വരണം. നീ ജഡീകനായി നിന്റെ മനസ്സ് പ്രവർത്തിക്കരുത്. ഒരു ആത്മീകന്റെ മനസ്സ് പോലെ നിന്റെ മനസ്സ് പ്രവർത്തിക്കണം. ഹല്ലേലൂയ. നോക്കിക്കേ, ഇവരെന്ത് ചെയ്യുന്നു? കംപ്ലൈന്റ് പറയുന്നു.
ഇവർക്ക് എപ്പോഴും മുറുമുറുപ്പാണ്, ഇവർക്കൊരിക്കലും തൃപ്തിയില്ല, കംപ്ലൈൻറ്റ് പറയുന്ന ജനം. ഓക്കെ, ഇനിയും ഇവരുടെ മുറിമുറുപ്പ് കാണിച്ചു തരാം. സംഖ്യാപുസ്തകം 21 അധ്യായം 4-5 വാക്യങ്ങൾ. സംഖ്യാപുസ്തകം 21 അധ്യായം 4-5 വാക്യങ്ങൾ. அவர்கள் ஏதோம் தேசத்தை சுற்றி போகும்படிக்கு ஓர் என்னும் மலையை விட்டு சிவந்த சமுத்திரத்தின் வழியாய் பிரயாணம் பண்ணினார்கள். வழி நிமித்தம் ஜனங்கள் മനമടിവടந்தார்கள். നോക്കിയേ, വഴി അല്പം തിരിച്ചു വിട്ടപ്പോൾ ഇവരുടെ മനസ്സ് ക്ഷീണിച്ചു. എന്ത് ക്ഷീണിച്ചു? എല്ലാം പറഞ്ഞ മനസ്സ് ക്ഷീണിച്ചു. ശരി, അടുത്ത വാക്യം വായിച്ചേ. ஜனங்கள் தேவனுக்கும் மோசேக்கும் விரோதமாக பேசி, நாங்கள் வனாந்தரத்திலே சாகும்படி நீங்கள் எங்களை எகிப்து தேசத்திலிருந்து வரப்பண்ணினதென்ன? இங்கே அப்பமும் இல்லை தண்ணீரும் இல்லை, இந்த അല്പமான ഉണവ് എങ്ങൾ മനതുക്ക് വെറുപ്പായി இருக்கிறது என்றார்கள். ഇതുപോലെ തന്നെയാണ്, ഇതാണ് മിസ്രയീമിന്റെ മനസ്സ്. മിസ്രയീമിന്റെ മനസ്സ് എന്താണെന്ന് അറിയാമോ? ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് കിട്ടാൻ അല്പം വൈകിയെങ്കിൽ മിസ്രയീമിന്റെ മനസ്സ് ക്ഷീണിക്കും, സ്തുതിച്ചുകൊണ്ട് നിൽക്കില്ല. എന്തു ചെയ്യും? ക്ഷീണിക്കും. അയ്യോ, ഞാൻ എത്ര സമയമായിട്ട് ഇവിടെ നിൽക്കുകയാണ്, ബസ് ഒന്നും വരുന്നില്ലല്ലോ. ഈ മുടിഞ്ഞ KSRTCയെയും ശപിക്കും, TSNTCയെയും ശപിക്കും, ഗണേഷ് കുമാറിനെയും ശപിക്കും, പിണറായിയെയും ശപിക്കും, ബസ് സ്റ്റോപ്പിനെയും ശപിക്കും, എല്ലാത്തിനെയും ശപിക്കും. മിസ്രയീമിൻ്റെ മനസ്സാണ്. തന്ന നന്മയ്ക്ക് നന്ദി പറയില്ല. നടക്കുവാൻ കാലുകൾക്ക് ദൈവം ബലം തന്നു, അതിന് നന്ദി പറയുവാനുള്ള മനസ്സില്ല. അത് മിസ്രയീമിൻ്റെ സ്വഭാവമാണ്. ഹല്ലേലൂയ. ദൈവപുത്രൻ്റെ സ്വഭാവം മുറുമുറുക്കുന്നതല്ല, ദൈവപുത്രൻ്റെ സ്വഭാവം ഉള്ള നന്മകളിൽ നന്ദി പറയുന്നതാണ്. ദൈവപുത്രൻ്റെ സ്വഭാവം മഹത്വത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നതാണ്. ഹല്ലേലൂയ. ബസ് അല്പം റൂട്ട് തിരിച്ചു വിട്ടു, യാത്രയ്ക്ക് സമയം കൂടുതലായി, ട്രെയിൻ ഒരിടത്ത് പിടിച്ചിട്ടു, ഓക്കെ, സമയം കൂടുതലായി, മനസ്സ് ക്ഷീണിക്കുന്നു, എല്ലാവരെയും ശപിക്കുന്നു, വായിൽ വരുന്നതെല്ലാം വിളിച്ചു പറയുന്നു, ഭയങ്കരമായി മുറുമുറുക്കുന്നു, ഭയങ്കരമായി പിറുപിറുക്കുന്നു. മിസ്രയീമ്യനാണ്, ലൗകികനാണ്, ജഡീകനാണ്. ദൈവത്തിന്റെ പൈതൽ എന്ത് പറയും? എந்த കാലത്തിലും എந்த നേരത്തിലും നന്ദിയാൽ ഉമ്മൈ ഞാൻ തുതിപ്പേൻ, യേശുവേ ഉമ്മൈ ഞാൻ எந்த வேளையிலும் துதிப்பேன், இயேசுவே உம்மை நான் துதிப்பேன், துதிப்பேன். ജഡീകൻ. ഫ്ലൈറ്റ് മിസ്സായി മുറുമുറുക്കും, ട്രെയിൻ മിസ്സായി മുറുമുറുക്കും, വണ്ടി പഞ്ചറായി മുറുമുറുക്കും, ഡീസൽ തീർന്നുപോയി മുറുമുറുക്കും, ഗ്യാസ് തീർന്നുപോയി, സ്റ്റൗവിൽ കത്തിക്കാൻ ഗ്യാസ് ഇല്ല മുറുമുറുക്കും, കറണ്ട് പോയി മുറുമുറുത്തുകൊണ്ടേയിരിക്കും, AC ഇല്ല മുറുമുറുക്കും, ഫാൻ ഇല്ല മുറുമുറുക്കും. മിസ്രയീമ്യൻ മുറുമുറുത്തും പിറുപിറുത്തും അവൻ്റെ സമയം ചെലവഴിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ഇസ്രായേലിയൻ അവൻ സ്തുതിച്ചുകൊണ്ടേയിരിക്കും. എന്ത കാലത്തിലും എന്ത നേരത്തിലും നന്ദിയാലും ഞാൻ, ഏതു കാലത്തും അവൻ സ്തുതിക്കും. எந்த வேளையிலும் ஸ்துதிப்பேன், இயேசுவே உம்மை நான் துதிப்பேன், எந்த வேளையிலும் സ്തുതിപ്പേൻ. കറണ്ട് ഇല്ലെങ്കിൽ മനസ്സ് ക്ഷീണിക്കണ്ട, AC ഇല്ലെങ്കിൽ മനസ്സ് ക്ഷീണിക്കണ്ട, ഫാൻ ഇല്ലെങ്കിൽ മനസ്സ് ക്ഷീണിക്കണ്ട, സമയത്തിന് ആഹാരം കിട്ടിയില്ലെങ്കിൽ മനസ്സ് ക്ഷീണിക്കണ്ട, സമയത്തിന് പെൻഷൻ കിട്ടിയില്ലെങ്കിൽ മനസ്സ് ക്ഷീണിക്കണ്ട, പൈസ ആവശ്യത്തിനില്ല എങ്കിൽ മനസ്സ് ക്ഷീണിക്കേണ്ട, കുറവുകൾ വരുമ്പോൾ മനസ്സ് ക്ഷീണിക്കേണ്ട, ഇല്ലായ്മകൾ വരുമ്പോൾ മനസ്സ് ക്ഷീണിക്കേണ്ട, മുറുമുറുക്കണ്ട, നിരാശപ്പെടേണ്ട, പിറുപിറുക്കണ്ട. ദൈവത്തിന് നന്ദി പറയേ. പെൻഷൻ കിട്ടിയില്ലെങ്കിലും, മോദിയുടെ പൈസ കിട്ടിയില്ലെങ്കിലും, ഓക്കെ, ആരുടെ പൈസ കിട്ടിയില്ലെങ്കിലും, ഓക്കെ, കിട്ടേണ്ടത് കിട്ടിയില്ലെങ്കിലും, പ്രതീക്ഷിച്ചിരിക്കുന്നത് കിട്ടിയില്ലെങ്കിലും മനസ്സ് ക്ഷീണിക്കേണ്ട. ആമേൻ. ഉയരത്തിൽ നിന്ന് നന്മ തരുവാൻ, ആകാശത്തിൽ നിന്ന് നന്മ തരുവാൻ തൻ്റെ മക്കൾക്ക് മന്ന കൊടുത്ത് നടത്തിയത് കർത്താവ് ഇന്നും ശക്തനാണ്. ഹല്ലേലൂയ. ആട് പ്രസവിക്കുമ്പോൾ കുട്ടി ചത്തുപോയാൽ മനസ്സ് ക്ഷീണിക്കേണ്ട, ഓക്കെ. പാല് കറക്കുമ്പോൾ പാല് കുറഞ്ഞു പോയാൽ മനസ്സ് ക്ഷീണിക്കേണ്ട. ബിസിനസ് ചെയ്തിട്ട് നഷ്ടം വന്നു പോയാൽ മനസ്സ് ക്ഷീണിക്കേണ്ട. പലതും വൈകുമ്പോൾ, പലതും കഷ്ടപ്പെടുമ്പോൾ, പലതും നഷ്ടം വരുമ്പോൾ മനസ്സ് ക്ഷീണിക്കേണ്ട. ആ സിറ്റുവേഷനിലും സ്തുതിക്കുന്ന മനസ്സാണ് ഇസ്രായേലിൻ്റെ മനസ്സ്. നെഗറ്റീവ് സിറ്റുവേഷനിൽ സ്തുതിക്കുന്ന മനസ്സാണ് ഇസ്രായേലിൻ്റെ മനസ്സ്. നെഗറ്റീവ് സിറ്റുവേഷനിൽ തളരുന്നതും മുറുമുറുക്കുന്നതും പിറുമുറുക്കുന്നതും മിസ്രയീമിൻ്റെ മനസ്സാണ്.
ലൗകികന്റെ മനസ്സാണ്, ജഡീകന്റെ മനസ്സാണ്, ആത്മീകന്റെ മനസ്സല്ല. ആത്മീകൻ മുറിമുറിക്കില്ല, പിറുപിറുക്കില്ല. അവൻ ആരാധിക്കും, അവൻ സ്തുതിക്കും. കഷ്ടത്തിലും നഷ്ടത്തിലും പ്രയാസത്തിലും നന്മയിലും തിന്മയിലും ഞെരുക്കത്തിലും സമൃദ്ധിയിലും സന്തോഷത്തിലും സമാധാനത്തിലും കണ്ണുനീരിലും എല്ലാ സിറ്റുവേഷനിലും ആത്മീകൻ സ്തുതിക്കും, ദൈവത്തിൽ സ്തുതിക്കും, ഇസ്രായേലിയൻ സ്തുതിക്കും, ആരാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് പലർക്കും മനസ്സിലായി കാണും, നിങ്ങൾ കനാനിലാണോ അല്ല മരുഭൂമിയിലാണോ എന്ന്. മരുഭൂമിയിൽ കിടക്കുന്നവർ മുറുമുറുക്കും, പിറുപിറുക്കും, മനസ്സ് ക്ഷീണിക്കും, കുറ്റം പറയും, നിരാശപ്പെടും, സന്തോഷം കാണില്ല, തൃപ്തി കാണില്ല. എന്നാൽ കനാന്റെ അനുഭവത്തിലിരിക്കുന്നവർ അവർ ഹാപ്പി ആയിരിക്കും. ഏതു കാലത്തും അവർ പരിശുദ്ധാത്മാവിൽ സന്തോഷിക്കും, അവർ വചനത്തിൽ സന്തോഷിക്കും, അവർ ആത്മാവിൽ ബലപ്പെട്ടിരിക്കും, അവർ അഭിഷേകത്തിൽ നിറഞ്ഞിരിക്കും, അവർ ദൈവ സാന്നിധ്യത്തിലും ദൈവ കൃപയിലും നിറഞ്ഞിരിക്കും. അത് കനാന്റെ അനുഭവം. കനാന്റെ അനുഭവത്തിലേക്ക് കയറി വരുവാൻ തക്കവണ്ണം കർത്താവ് നിങ്ങളെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. കനാന്റെ അനുഭവത്തിലേക്ക് നിങ്ങളുടെ മനസ്സാദ്യം കയറി വരട്ടെ. കനാന്റെ അനുഭവത്തിലേക്ക് നിങ്ങളുടെ മനസ്സ് കയറി വന്നാൽ മിസ്രയീമിന്റെ ബാധ നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകും. മരുഭൂമിയിലെ കഷ്ടങ്ങൾ മാറിപ്പോകും. കനാനിലെ പാലും തേനും ഒഴുകുന്ന നന്മയിലേക്ക് കർത്താവ് നിങ്ങളെ നടത്തും. മനസ്സെവിടെയാണ്? മിസ്രയീമിന്റെ മനസ്സാണോ? പിശാചിന്റെ അടിമത്തിലിരുന്ന കാലത്തെ മനസ്സാണോ? രക്ഷിക്കപ്പെടുന്നതിന് മുന്നുള്ള അനുഭവത്തിലെ മനസ്സാണോ? ലോകത്തിന്റെ മനസ്സാണോ? വേണ്ട. ജഡീകന്റെ മനസ്സ് വേണ്ട. ദൈവ പൈതലിന്റെ ഒരു മനസ്സ്, ദൈവപുത്രന്റെ മനസ്സ്, ദൈവരാജ്യത്തിന്റെ ഒരു മനസ്സ് നമുക്കുണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്കിൽ നിങ്ങളുടെ വീട് സ്വർഗമാകും. നിങ്ങളുടെ ജീവിതം ഓരോ ദിവസവും എൻജോയ് ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വഴികളും വാതിലുകളും സ്വർഗം നിങ്ങൾക്കായി തുറന്നു തരും. ദൈവം തന്റെ ദൂതന്മാരെ അയച്ച് നിങ്ങൾക്കായി വലിയ കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് തന്നെ കാണും. ഹല്ലേലൂയ. കനാന്റെ നന്മ. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ മഹാജാതിയാക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്റെ പേര് വലുതാക്കും. ഇസഹാക്കിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും, നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ദൈവം മോശയോട് പറഞ്ഞു, വളരെ നല്ലതും വിശാലവുമായ നാട്ടിലേക്ക് ഞാൻ ഇസ്രായേലിനെ കൊണ്ടുപോകും, പാലും തേനും ഒഴുകുന്ന നാട്ടിലേക്ക് ഞാൻ അവരെ കൊണ്ടുപോകും. ദൈവം മോശ മുഖാന്തരം വീണ്ടും പറഞ്ഞു, അവർക്ക് ഞാൻ ജയം കൊടുക്കും, അവർ ദേശത്തെ സ്വന്തമാക്കും. ഓക്കെ, അവർ കാലുവെക്കുന്ന ദേശമെല്ലാം ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് യോശുവ മുഖാന്തരം പറഞ്ഞു. ദൈവം അനുസരിച്ചാൽ എന്തെന്തൊക്കെ നന്മകൾ കൊടുക്കുമെന്ന് അവർക്ക് പറഞ്ഞു. വാഗ്ദത്തത്തിന്റെ നാടായ കനാനിൽ, ആമേൻ, തേജസ്സിന്റെ നാടായ കനാനിൽ അനേക കാര്യങ്ങൾ നിങ്ങൾക്ക് തരുവാനായി കർത്താവ് കരുതി വെച്ചിട്ടുണ്ട്. ആ അനുഭവത്തിലേക്ക് കയറി വരുവാനാണ് പരിശുദ്ധാത്മാവ് നമ്മെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദൈവ പൈതലെ, നീ സ്തുതിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ, വചനം ധ്യാനിക്കുമ്പോൾ, വചനം അനുസരിക്കുമ്പോൾ എല്ലാം കനാന്റെ അനുഭവം നിന്നിലേക്ക് വർദ്ധിച്ചു വരട്ടെ. തേജസ്സിന്റെ അനുഭവം നിന്നിലേക്ക് വർദ്ധിച്ചു വരട്ടെ. അഭിഷേകത്തിന്റെ അനുഭവം നിന്നിലേക്ക് വർദ്ധിച്ചു വരട്ടെ. നിന്റെ ജീവിതത്തിൽ അന്തരീക്ഷങ്ങളെ കർത്താവ് മാറ്റും. മനസ്സുകൊണ്ട് മിസ്രയീമിൽ ഇരിക്കരുത്, മനസ്സുകൊണ്ട് കനാനിലേക്ക് കയറി വാ. ഇപ്പോൾ നീ മരുഭൂമിയിലാണെങ്കിലും നിന്റെ മനസ്സ് മിസ്രയീമിൽ ഇരിക്കരുത്, നിന്റെ മനസ്സ് കനാനിലേക്ക് ഇരിക്കട്ടെ. പിന്നിൽ വിട്ടുവന്നതിലേക്ക് നിന്റെ മനസ്സ് പോകരുത്, മുന്നിൽ ലക്ഷ്യമാക്കുന്നതിലേക്ക് നിന്റെ മനസ്സ് പോകട്ടെ. കളഞ്ഞു വന്നതിലേക്ക് നിന്റെ മനസ്സ് പോകരുത്, ലക്ഷ്യമാക്കുന്നതിലേക്ക് നിന്റെ മനസ്സ് പോകട്ടെ. തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവവേദന നിന്നെ കർത്താവ് വിളിച്ചിരിക്കുന്നു. തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവവേദന നിന്നെ കർത്താവ് ക്രമി ഒരുക്കിക്കൊണ്ടിരിക്കുന്നു, നിന്നെ കർത്താവ് വഴി നടത്തിക്കൊണ്ടിരിക്കുന്നു. തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിക്കാനുള്ള ലക്ഷ്യം നിന്റെ മനസ്സിലുണ്ടാകട്ടെ.